ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ. രാവിലെ 10 മണിക്ക് ഇങ്ങനെ ഒരു റൂം, 10 മണിയല്ല ഇപ്പോൾ 11 മണി, ഇങ്ങനെ ഒരു റൂം ഇടേണ്ടി വന്നതിൻ്റെ പരിപൂർണ ഉത്തരവാദി കുപ്രസിദ്ധ ധാവ പ്രഭാഷകനായ മുഹമ്മദ് ഈസ പെരുമ്പാവൂരും അവൻ്റെ ചേട്ടൻ യൂസഫ് യഹിയയും അവരുടെ രണ്ടുപേരുടെയും ചേട്ടൻ ലോറൻസ് ഇക്കയുമാണ്. ഞാനതൊന്ന് വിശദീകരിക്കാം. തൻ്റെ സ്വതസിദ്ധമായ തെറിവിളികളാൽ ഒരു കാലത്ത് ഷിബു പീഡിയക്കൽ മുസ്ലിങ്ങൾക്കെതിരെ വീഡിയോകൾ ചെയ്തിരുന്നത് നിങ്ങളിൽ പലർക്കും ഓർമ്മ കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യാതൊരു റെഫറൻസും നൽകാതെ വെറും തെറിവിളി മാത്രമായതുകൊണ്ടായിരിക്കണം മുസ്ലിങ്ങളിൽ അധികം പേരും അയാളുടെ വീഡിയോകളൊന്നും ശ്രദ്ധിക്കുകയേ ഉണ്ടായിരുന്നില്ല, അവഗണിച്ചു വിട്ടിരിക്കുകയായിരുന്നു. പിന്നീട് ജിഹാദികൾ അതിവിദഗ്ധമായി ട്രാപ്പിൽപ്പെടുത്തിയതിന് ശേഷം അങ്ങേര് ജിഹാദികൾക്കും അള്ളാഹുവിനും വേണ്ടി ക്രിസ്ത്യാനികളെ തെറിവിളിക്കാൻ തുടങ്ങിയതോടെയാണ് മുസ്ലിങ്ങൾ ഷിബുവിൻ്റെ വീഡിയോകൾ കാണാൻ തുടങ്ങുന്നത്. സ്വാഭാവികമായും സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് വലിയ സന്തോഷമായി. മുഹമ്മദ് ഈസയെയും യൂസഫ് യഹിയയെയും പോലെ ക്രിസ്ത്യാനികളെ അടിക്കാൻ കിട്ടിയ നല്ലൊരു വടിയായി അവർ ഷിബുവിനെ കണ്ടു. ഷിബുവിനെ ട്രാപ്പിൽപ്പെടുത്തിയ ജിഹാദികളുടെ നിർദ്ദേശപ്രകാരം തൻ്റെ യൂട്യൂബ് ചാനലുകളിൽ നിന്ന് മുസ്ലിങ്ങൾക്കെതിരെയുള്ള വീഡിയോകളെല്ലാം ഷിബു റിമൂവ് ചെയ്തിരുന്നെങ്കിലും തൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് പണ്ടത്തെ ചില വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ ഈ പുള്ളി മറന്നുപോയിരുന്നു. ക്രിസ്ത്യാനികളെയും അവരുടെ ദൈവത്തെയും ഷിബു പീഡിയക്കൽ തെറിവിളിച്ച് മുസ്ലിങ്ങളുടെ കയ്യടിയും വാങ്ങി നടക്കുന്നതിനിടയിലാണ് നട്ടെല്ലുള്ള ക്രിസ്ത്യാനികളായ സുഭാഷ് കുമാർ ബ്രദറും അജു ബ്രദറും പിന്നെ പോൾ ബി ബ്രദറും കൂടി നല്ല 8ൻ്റെ പണി ഈ ഷിബു പീഡിയക്കലിനെ മുന്നിൽ നിർത്തി കളിച്ചുകൊണ്ടിരുന്ന ജിഹാദികൾക്കും കൊടുത്തത്. പണ്ട് മുസ്ലിങ്ങൾക്കെതിരെ ഇയാൾ ചെയ്ത വീഡിയോകളിൽ ഒന്ന് ഫേസ്ബുക്കിൽ നിന്നും അവർ ഡൗൺലോഡ് ചെയ്തെടുത്ത് സഭയിലെ ലോകം എന്ന അവരുടെ ക്ലബ് ഹൗസ് റൂമിൽ നടന്ന ഒരു ചർച്ചയിൽ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു. അത് കേട്ടതോടെയാണ് സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് ഷിബു പീഡിയക്കൽ എന്ന ഇയാൾ ഒരു കൊടും വിഷമാണെന്നുള്ള സത്യം പിടികിട്ടിയത്. ഇതിനിടയിൽ വേറൊരു സംഭവം കൂടി നടന്നിരുന്നു. നനച്ചാൽ ഞാൻ പുലിയെ പിടിപ്പേൻ, ആനാൽ ഉയിർ പോനാൽ ഞാൻ നനയ്ക്ക മാട്ടേൻ എന്നൊരാൾ പണ്ട് പറഞ്ഞതുപോലെ ലോറൻസ് ഇക്ക കൂടെ കൂടെ അടിക്കുന്ന ഒരു ഡയലോഗുണ്ട്. പല മുസ്ലിങ്ങളുടെയും നേരെ ഈ ഡയലോഗ് ഇങ്ങനെ അടിക്കുന്നത് ഞാൻ കേട്ടിട്ടുമുണ്ട്. വേണമെന്ന് വെച്ചാൽ ഇസ്ലാമിനെ തകർക്കാനുള്ള മെറ്റീരിയൽസ് എൻ്റെ കൈവശമുണ്ട് എന്നതാണ് ആ ഡയലോഗ്. പക്ഷെ ചത്താലും വേണമെന്ന് വയ്ക്കൂല, അത് നമുക്കെല്ലാം അറിയൂ. സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് അറിയില്ലല്ലോ. ലോകത്തിൽ നന്ദിയുള്ള ഏതെങ്കിലും നായി അതിന് തിന്നാൻ കൊടുക്കുന്നതിൻ്റെ യജമാനെ കടിക്കുമോ? ഒരിക്കലും ഇല്ല. ചിലപ്പോൾ യജമാനെതിരെ കുരച്ചെന്ന് വരും, പക്ഷെ ഒരിക്കലും കടിക്കുകയില്ല. ലോറൻസ് ഇക്ക ഇസ്ലാമിന് തട്ടുകേട് വരുന്ന യാതൊന്നും മിണ്ടില്ല എന്നുള്ള സത്യം നമുക്കും ലോറൻസ് ഇക്കയുടെ യജമാനന്മാർക്കും അറിയാമെങ്കിലും സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് അത് അറിയാത്തത് കൊണ്ട് ലോറൻസ് ഇക്കയുടെ ഇത്തരം ഡയലോഗുകൾ കേൾക്കുമ്പോൾ അവർക്ക് ചങ്ക് പൊട്ടുന്ന വേദന ഉണ്ടാകാറുണ്ട്. മുഹമ്മദ് ഈസയുടെയും യൂസഫ് യഹിയുടെയും ചേട്ടനായതുകൊണ്ട് മാത്രം ആ പാവങ്ങൾ വേദന കടിച്ചു പിടിച്ച് നടക്കുകയായിരുന്നു. മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഷിബു പീഡിയക്കലിൻ്റെ വിഷം വമിക്കുന്ന പണ്ടത്തെ പ്രസംഗം ചങ്കൂറ്റമുള്ള ക്രിസ്ത്യൻ പിള്ളേർ തപ്പിയെടുത്തു കൊണ്ടുവന്ന് സഭയിലെ ലോകം എന്ന അവരുടെ ക്ലബ് ഹൗസ് റൂമിൽ ഇട്ടതോടെ അതുവരെ കടിച്ചു പിടിച്ച് അടക്കി വെച്ചിരുന്ന വേദനകൾ സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു. അവരൊരു റൂം ഇട്ടു. അനിൽകുമാർ അയ്യപ്പനേക്കാൾ അപകടകാരികളാണ് ഷിബു പീഡിയക്കലും ലോറൻസ് യോഹന്നാനും എന്ന് പറഞ്ഞുകൊണ്ടാണ് റൂം ഇട്ടത്. ആ റൂം വന്നതോടെ ലോറൻസിൻ്റെയും ഷിബുവിൻ്റെയും സ്പോൺസർമാർക്ക് ഇരിക്കപ്പുറത്തില്ലാതെയായി. അവരതിന് ബദലായി വേറൊരു റൂം തുടങ്ങി. ആ റൂമിൽ സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ മുന്നിൽ ലോറൻസിനെയും ഷിബുവിനെയും വെള്ളപൂശി വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി വന്നത് ആരൊക്കെയാണെന്നറിയാമോ? മുഹമ്മദ് ഈസ, ഹാരിസ് മദനി. അത് സ്വാഭാവികം, അവർ വരുമെന്ന് നമുക്കറിയാം. പക്ഷേ വേറൊരാൾ കൂടി വന്നു, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ, സാക്ഷാൽ എം അക്ബർ. ഏത് ലോറൻസിനെയും ഷിബുവിനെയൊക്കെ വെള്ളപൂശിയെടുക്കാൻ വേണ്ടി. ഈ ഷിബു പീഡിയക്കൽ ആ റൂമിൽ വന്ന് സമസ്താപരാധങ്ങളും ഏറ്റുപറഞ്ഞ് മുസ്ലിങ്ങളോട് മാപ്പി ചോദിക്കുന്നുണ്ടായിരുന്നു. അതൊരു ഭയങ്കര കോമഡിയായിരുന്നു. എങ്ങനെ ചോദിക്കാതിരിക്കും? ട്രാപ്പിൽപ്പെടുത്തിയിരിക്കുകയല്ലേ, അതൊക്കെ ഞങ്ങൾ ലീക്ക് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് പുള്ളിയായാലും വന്ന് ജിഹാദികളുടെ മുമ്പിൽ മുട്ടിലഴയും. അത് നമുക്കറിയാത്ത കാര്യമൊന്നുമല്ല. അതിൽ ഈ ഷിബു പീഡിയക്കൽ പറഞ്ഞ ന്യായീകരണമാണ് രസം. ഇതെനിക്ക് വാട്സാപ്പിൽ നിന്നും മറ്റും കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്ത വീഡിയോ ആണ്. അന്ന് അത് തെറ്റായ അറിവാണ്, ഇപ്പം എനിക്കതിൽ ഖേദമുണ്ടെന്നൊക്കെ. ആലോചിച്ച് നോക്കണം, ഈ ഷിബു പീഡിയക്കലിൻ്റെയൊക്കെ വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഏതോ ഒരുത്തൻ വാട്സാപ്പിൽ എന്തോ അയച്ചു കൊടുത്തു, ഉടനെ തന്നെ അത് വെച്ചൊരു വീഡിയോ ചെയ്തു. പിന്നെ ഇപ്പോൾ കാലം കുറേ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ ക്ഷമയും പറയുന്നു. ഇനി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയ്ക്ക് കാലം കുറേ കഴിയുമ്പോൾ വീണ്ടും ഇയാൾ ക്ഷമ പറയും. കാരണം ഒരു സംഗതി പഠിച്ചിട്ടല്ല ഇവരൊന്നും ഈ വിഷയം അവതരിപ്പിക്കുന്നത്.
വായിച്ച് നോക്കി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കി ഉള്ളത് തന്നെയാണോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല. ഷിബു പീഡിയാക്കൽ ഇനിയും ക്ഷമ പറയാൻ കിടക്കുന്നേ ഉള്ളൂ. എത്ര വീഡിയോകൾക്ക് ഇനി ക്ഷമ പറയാൻ പോകുന്നതെന്നറിയാമോ? അതൊക്കെ പുറകെ വരുന്നുണ്ട് ഇനി. കാരണം ഇതേപോലെ പല വീഡിയോകളും നമ്മുടെ സഹോദരന്മാർ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആരോ എന്തോ പറയുന്നത് കേട്ട് ഉടനെ വീഡിയോ ചെയ്യുന്നു. ആ ശൈലി ആയതുകൊണ്ട് ഇനി ക്ഷമ പറയാൻ കിടക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇതിൽ ഞങ്ങൾക്കൊരു റോളും ഇല്ല കേട്ടോ. ട്രൂത്ത് ഫൈറ്റേഴ്സിനോ അല്ലെങ്കിൽ IBT മീഡിയയ്ക്കോ അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറയുന്ന ആ പേജിനോ അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ പുന്നക്കൽ ബ്രദറിനോ ഞങ്ങൾക്ക് ആർക്കും ഇതിനകത്ത് ട്രൂത്ത് ഫൈറ്റേഴ്സിനാകട്ടെ IBT മീഡിയയ്ക്കാകട്ടെ സെബാസ്റ്റ്യൻ പുന്നക്കൽ ബ്രദറിനാകട്ടെ ഒരു റോളും ഇല്ല. ഇത് അവരായി അവരുടെ പാടായി എന്നുള്ള നിലയിൽ നിൽക്കുന്ന സംഭവമാണ്. പക്ഷേ മുഹമ്മദ് ഈസ ഒരു അതിബുദ്ധി കാണിച്ചു. സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ മുമ്പിൽ നിന്ന് സ്വന്തം ചേട്ടനെയും ഷിബു പീഡിയാക്കലിനെയും രക്ഷിച്ചെടുക്കാൻ വേണ്ടി അൽക്കൊടിത്തോട്ടം പാസ്റ്ററേയും സെബാസ്റ്റ്യൻ പുന്നക്കൽ ബ്രദറിനെയും അൽകുമാർ അയ്യപ്പൻ എന്ന എന്നെയും ഒരാവശ്യവുമില്ലാതെ വെറുതെ കയറി അങ്ങ് ചൊറിഞ്ഞു. ഞങ്ങൾ ക്രിമിനലുകളാണെന്നും ആൻറ്റി സോഷ്യലിസ്റ്റുകളാണെന്നും സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്നവരാണെന്നും ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും ഞങ്ങൾ സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണെന്നും ഒക്കെയാണ് ഈ മുഹമ്മദ് ഈസ അവിടെ പറഞ്ഞു വെച്ചത്. അവൻ്റെ ശൃഗാല ബുദ്ധിയാണത്, കുറുക്കം ബുദ്ധി. ആ ശൃഗാല ബുദ്ധിക്ക് വില കൊടുക്കേണ്ടി വരുന്നത് മുഹമ്മദ് ഈസയോ യൂസഫ് യഹിയോ ലോറൻസ് യോഹന്നാനോ അല്ല, ഇവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങളാണ്. ആരാണ് ക്രിമിനലുകൾ, ആരാണ് ആൻറ്റി സോഷ്യലിസ്റ്റുകൾ, ആരാണ് സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്നവർ, ആരാണ് ഹിന്ദു മുസ്ലിം വിദ്വേഷത്തിൻ്റെ പുറകിലുള്ളത് എന്നൊക്കെ ഞങ്ങൾ ചരിത്രരേഖകൾ വെച്ചുകൊണ്ട് തെളിയിച്ചു കൊടുക്കാൻ പോവുകയാണ്. അത് ഞങ്ങളങ്ങനെ തെളിയിച്ചു കൊടുക്കുമ്പോൾ മുഹമ്മദ് ഈസയ്ക്കോ യൂസഫ് യഹിക്കോ ഒന്നും പറ്റിയില്ല എന്ന് വരും. പക്ഷേ ഇവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങളുണ്ടല്ലോ, അവർക്ക് കുറച്ച് വേദനയുണ്ടാകും, വിഷമവും ഉണ്ടാകും. അവർ പലരുടെയും മുമ്പാകെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും. ഇതുവരെ ചരിത്രബോധമില്ലാതെ നടന്നിരുന്ന ആളുകൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ, ചരിത്രത്തിൽ നിന്ന് പഠിച്ചു കഴിയുമ്പോൾ, അവരുടെ സുഹൃത്തുക്കളായിരിക്കുന്നവർ, കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരായിരിക്കുന്നവരൊക്കെ ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളിതൊന്ന് ഉരുകേണ്ടി വരും. സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോലുള്ളവരാണ് മുഹമ്മദ് ഈസനെയൊക്കെ നിയന്ത്രിക്കേണ്ടത്. അവനോട് പറയണം, നിൻ്റെ ചേട്ടനും നീ സ്പോൺസർ ചെയ്യുന്ന ടീമുകളുമൊക്കെ എന്തെങ്കിലും കൊള്ളരുതായ്മ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിനക്ക് നിർത്താൻ നോക്കണം. അല്ലാതെ അതിൻ്റെ പേരിൽ മറ്റ് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുടെ നേരെ ചെന്നേക്കരുത്. നീ ഇനി ചെന്ന് കഴിഞ്ഞാൽ അവരിതുപോലെ വീണ്ടും ഞങ്ങൾക്കെതിരെ സംസാരിക്കും, അല്ലെങ്കിൽ ചരിത്രരേഖകൾ വെച്ചുകൊണ്ട് അവർ സംസാരിക്കും, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ തടയണം. നിങ്ങൾ തടഞ്ഞാലേ അവൻ കേൾക്കൂ. ഞങ്ങൾ പറഞ്ഞാലൊന്നും മുഹമ്മദ് ഈസ കേൾക്കാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഇന്ന് മാന്യം ചമഞ്ഞ് നടക്കുന്ന ഈ മുഹമ്മദ് ഈസ ക്രിസ്ത്യാനികൾക്കെതിരെ നടത്താനിരുന്ന ഒരു പ്രോഗ്രാം തിരുവനന്തപുരം പോലീസ് തടഞ്ഞതിൻ്റെ ചരിത്രമുണ്ട്. വർഷങ്ങൾ കുറേയായി. തിരുവനന്തപുരം പോലീസ് വന്നിട്ട് പറഞ്ഞു പ്രോഗ്രാം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു സംഘാടകരുടെ അടുത്ത്. കാരണം എന്താണെന്നറിയോ? ഇവർ വെച്ച ക്യാപ്ഷൻ അതിനിന്ദ്യമായിരുന്നു. യേശുക്രിസ്തു വ്യഭിചാരപുത്രനോ എന്നൊക്കെയുള്ള പോസ്റ്ററിൽ ഉണ്ടായിരുന്നതാണ് അത്. അങ്ങനെയുള്ള പോസ്റ്ററൊക്കെ പലയിടത്തൊക്കെ ഒരു ഒട്ടിക്കുകയൊക്കെ ചെയ്തപ്പോൾ, തിരുവനന്തപുരത്തൊക്കെ ഒട്ടിക്കുകയൊക്കെ ചെയ്തപ്പോൾ പോലീസ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആരെയും പരാതിയൊന്നുമില്ലാതെ തന്നെ പോലീസ് ചെന്നിട്ട് പറഞ്ഞു നടക്കില്ല, പരിപാടി നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതങ്ങ് ആ പോസ്റ്റർ അവരെ കൊണ്ട് തന്നെ, ഒട്ടിച്ചവന്മാരെ കൊണ്ട് തന്നെ പോസ്റ്ററൊക്കെ വലിച്ചു കീർപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരം നഗരത്തിലും അതിൻ്റെ ചുറ്റുപാടും പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ഒട്ടിച്ചിരുന്ന പോസ്റ്ററുകൾ. അപ്പോൾ പോലീസ് ഇടപെട്ട് ആ പരിപാടി ക്യാൻസൽ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ തലക്കെട്ട് സമൂഹത്തിൽ എത്രമാത്രം ഭിന്നതയുണ്ടാക്കുന്നതായിരിക്കണമെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ചെയ്ത് നടന്നിരുന്ന മുഹമ്മദ് ഈസയാണ് ഇപ്പോൾ ഞങ്ങൾക്കെതിരെ വരുന്നത് മാന്യം ചമഞ്ഞുകൊണ്ടേ. സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്കിൻ്റെ ബാനറിൽ ഞങ്ങൾ അന്തസ്സായി പബ്ലിക് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിൽ, കേരളത്തിൽ പലയിടങ്ങളിലും. ഒറ്റയിടത്ത് പോലും ഇതുപോലെ ഞങ്ങളുടെ പോസ്റ്ററുകൾ കണ്ട് ഒരു പോലീസുകാരനും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പ്രോഗ്രാം നിർത്തിവെക്കാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായ? പക്ഷേ ഇവരുടെ പ്രോഗ്രാമിൽ അത് ഇടപെട്ടുണ്ട്. അക്ബറിൻ്റെ പ്രോഗ്രാമും നിർത്തിച്ചു. അക്ബർ ആദ്യം ഈസിയാണ് തിരുവനന്തപുരത്തൊരു പ്രോഗ്രാം. ഇവർ നിച്ച് ഓഫ് ട്രൂത്ത് അടിച്ചു പിരിഞ്ഞല്ലോ. വിദേശത്തുനിന്ന് വരുന്ന പണം വകതിരിച്ച് ചിലവാക്കുന്ന കാര്യത്തിൽ പൈസ അക്ബർ മാത്രം ഒറ്റയ്ക്ക് അടിച്ചു മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാരുടെ പ്രശ്നം ഉണ്ടായിട്ട് ഈസയും കൂട്ടരുടെ നേതൃത്വത്തിൽ ഇത് അടിച്ചു പിരിഞ്ഞു. രണ്ടായി. നിച്ച് ഓഫ് ട്രൂത്ത് രണ്ടായിട്ട് തിരിഞ്ഞു. രണ്ടല്ല, ശരിക്കും മൂന്നായി. ആ മൂന്നാമത്തെ അത്ര വലിയ ഇതായില്ല, ചീറ്റിപ്പോയി അത്. പിന്നെ ഇവർ രണ്ടുപേരായി. അപ്പോൾ മത്സരിച്ചായിരുന്നു ഇവർ പ്രോഗ്രാം വെച്ചിരുന്നത്. ഈസയുടെ ടീം ഒരു പ്രോഗ്രാം വെച്ചെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അക്ബർ പോയിട്ട് പ്രോഗ്രാം വയ്ക്കും. അക്ബർ ഒരു പ്രോഗ്രാം വെച്ചെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഈസ പോയി പ്രോഗ്രാം വയ്ക്കും. ഈ രണ്ടു കൂട്ടരും ക്രിസ്ത്യാനികളുടെ നെഞ്ചത്തേക്കാണ് അന്ന് കുതിര കയറിക്കൊണ്ടിരുന്നത്. ഈസയ്ക്ക് ക്രിസ്ത്യാനിറ്റി അല്ലാതെ വേറെ ഒന്നിനെയും കുറ്റം പറയാൻ അറിഞ്ഞുകൂടാ. ഇസ്ലാമിനെ കുറിച്ച് യാതൊന്നും അറിഞ്ഞുകൂടാ. ഹിന്ദുയിസത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ആകെ അറിയാവുന്നത് പൗലോസ് അപ്പോസ്തലനെ കുറ്റം പറയാനാണ്.
അപ്പോൾ ക്രിസ്ത്യാനികളെ കുറ്റം പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഈസ ആളെ പിടിക്കുന്നത് കാണുമ്പോൾ അവരുടെ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ആ ടീമിലേക്ക് ആൾക്കാരെ കൂട്ടുന്നത് കാണുമ്പോൾ അക്ബറൊക്കെ പോയിട്ട് അതിനേക്കാളും മുമ്പേ അക്ബർ അങ്ങനെ അതിബുദ്ധി കാണിച്ചതാണ്. എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് ഈസയുടെ പ്രോഗ്രാം വെച്ചതിനേക്കാളും തൊട്ട് മുമ്പത്തെ ആഴ്ച അത് ആദ്യം ഈസയും കൂട്ടരുമാണ് പ്രോഗ്രാം അവിടെ ഇത് ചെയ്തത്, ഷെഡ്യൂൾ ചെയ്ത് അവിടെ ഒരു പ്രോഗ്രാം വെച്ചിരിക്കുക. അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ച അക്ബറും ടീമും പോയിട്ട് അവർ ഷെഡ്യൂൾ ചെയ്ത്. എന്നിട്ട് പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ നിച്ച് ഓഫ് ട്രൂത്ത് എന്നുള്ള പേരിലായ കാരണം കൊണ്ട് 2 കൂട്ടരോട് തീർത്താൻ പറഞ്ഞു. ഈസേനോട് മാത്രമല്ല അക്ബറിനോടും ക്യാൻസൽ ചെയ്യിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ടീമാണ് ഈ മുഹമ്മദ് ഈസ. അപ്പോൾ ഇന്ന് ഇസ്ലാമിക വിശ്വാസികളെ നമ്മൾ ട്രോൾ ചെയ്യാൻ പാടില്ല, മാന്യമായിരിക്കണം സംസാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളുടെ നെഞ്ചത്ത് കയറാൻ വരുന്ന ലോറൻസ് ഇക്ക എന്തുകൊണ്ടാണ് ആ സമയത്ത് സ്വന്തം സഹോദരനോട് മാന്യമായ ഭാഷയിൽ പ്രോഗ്രാം ചെയ്യണം, മാന്യമായ ക്യാപ്ഷൻ വെച്ചുകൊണ്ട് പ്രോഗ്രാമുകൾ നടത്തണം, ക്രിസ്ത്യാനിറ്റിക്കെതിരെ പ്രോഗ്രാം നടത്തരുതെന്ന് പറയേണ്ട കാര്യമില്ല, നടത്തിക്കോട്ടെ, പക്ഷെ അത് മാന്യമായ ഭാഷയിൽ നീ ചെയ്യണമെന്ന് സ്വന്തം അനിയനെ എന്താണെന്ന് ഉപദേശിക്കാതിരുന്നേ? സ്വന്തം കുടുംബത്തിലുള്ളവരെ മാന്യത പഠിപ്പിച്ചിട്ട് വേണ്ടേ, മര്യാദ പഠിപ്പിച്ചിട്ട് വേണ്ടേ ലോറൻസ് നാട്ടുകാരെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങാൻ, അല്ലേ? അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ ചർച്ചയുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഇത് ഒറ്റ ദിവസത്തെ ചർച്ച കൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മുസ്ലിങ്ങൾ ഇന്ത്യക്കാരോട് ചെയ്തത് എന്താണെന്ന് ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ നിന്നാൽ ആഴ്ചകളും മാസങ്ങളും എടുത്തു പറഞ്ഞാൽ അത് തീരുകയില്ല. അത്രമാത്രം ദോഷങ്ങൾ, അത്രമാത്രം ക്രൂരതകൾ ആ മതക്കാർ ഇന്നാട്ടിലുള്ള മനുഷ്യരോട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇസ്ലാം മതം ഇന്ത്യയിലേക്ക് വന്ന കാലം മുതലേ ഇന്ത്യയിലുള്ള ജനങ്ങളുമായി അതിന് യാതൊരു ഐക്യവും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങളുടെ ഐക്യം എന്നേക്കുമായി തകർത്തത് തന്നെ ഇസ്ലാം എന്ന് പറയുന്ന ഈ മതമാണ്. ഇതെൻ്റെ വാക്കല്ല, ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ഭീംറാവു അംബേദ്കറുടെ വാക്കുകളാണ്. പ്രമുഖ ഇസ്ലാമിക ചരിത്രകാരനായ അൽ ബിറൂനിയും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഗസ്നിയുടെ ഇന്ത്യ ആക്രമണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അൽ ബിറൂനി പറയുന്നത് ഈ ആക്രമണങ്ങളുടെ ഒരു ഫലം ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളുടെ നേരെ ഒടുങ്ങാത്ത പകയുണ്ടാക്കി എന്നുള്ളതാണെന്നാണ് അൽ ബിറൂനി പറയുന്നതാണ്. ചരിത്രവസ്തുത ഇതായിരിക്കെ ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ അടയും ചക്കരയുമായിരുന്നു. ആ സ്നേഹബന്ധം തകർത്ത് കളഞ്ഞത് യൂറോപ്പിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളായിരുന്നു. ഇപ്പോൾ ആ സ്നേഹബന്ധം തകർക്കാൻ നോക്കുന്നത് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളാണ് എന്നൊക്കെയുള്ള ഇവന്മാരുടെ കള്ളപ്രചരണം തുറന്നു കാണിക്കേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണ്. മുഹമ്മദ് ഈസ ഞങ്ങളെ ചൊറിഞ്ഞാൽ ഞങ്ങൾ മറുപടി പറയുന്നത് മുഹമ്മദ് ഈസയെയും അവൻ്റെ ചേട്ടൻ യൂസഫ് യഹിയെയും പോലെ വെറുതെ ചൊറിഞ്ഞുകൊണ്ടായിരിക്കില്ല, ചരിത്രരേഖകൾ വെച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ മറുപടി പറയുക. ആ മറുപടി താങ്ങാനുള്ള കെൽപ്പ് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കില്ലെങ്കിൽ ഞങ്ങളെ തല്ലാനോ കൊല്ലാനോ തെറി വിളിക്കാനോ വരണ്ട, വന്നിട്ട് ഒരു കാര്യവും ഇല്ല. പകരം മുഹമ്മദ് ഈസയെ ഒന്ന് ഉപദേശിക്കാൻ നോക്കണം. നിൻ്റെ ചേട്ടനെയും നീ സ്പോൺസർ ചെയ്യുന്നവനെയും രക്ഷിക്കാൻ വേണ്ടി വെറുതെ അല്ലയ്യപ്പനും അൽക്കൊടിത്തോട്ടത്തിനും സെബാസ്റ്റ്യനുമെതിരെ ചൊറിയാൻ നീ നിൽക്കരുതെന്ന് പറ. നിങ്ങൾ പറഞ്ഞാലേ അവൻ കേൾക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ പറഞ്ഞാലൊന്നും കേൾക്കുകയില്ല, നിങ്ങൾ പറഞ്ഞാലേ കേൾക്കൂ. നിങ്ങളത് പറയാത്ത കാലത്തോളം ഇതുപോലെ പഴയ പല ചരിത്രങ്ങളും നിങ്ങൾ ഞങ്ങളിൽ നിന്ന് കേൾക്കേണ്ടി വരും എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഇസ്ലാം എന്ന ഐഡിയോളജി നാടിനോട് ചെയ്തിട്ടുള്ള ദ്രോഹം എന്താണെന്ന് അമുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങളും അറിയണം. സാധാരണക്കാരായ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർ ഇന്ന് വലിയ കാര്യമായി വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന ഖുർആനും ഹദീസുകളുമൊക്കെ ഈ നാട്ടിലുണ്ടായിരുന്ന അവരുടെ പൂർവികരുടെ ജീവൻ എടുത്തത് എങ്ങനെയാണെന്നും അവരുടെ പൂർവികരുടെ ജീവിതത്തെ അത് നരകതുല്യമാക്കി തീർത്തത് എങ്ങനെയാണെന്നും അവർ തിരിച്ചറിയണം. അതുപോലെ തന്നെ അമുസ്ലിങ്ങളും മനസ്സിലാക്കണം, ഈ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരുടെ എണ്ണം ഈ നാട്ടിൽ വർദ്ധിച്ചാൽ പഴയ ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടും എന്നുള്ള സത്യം. ഭൂതകാലത്തെക്കുറിച്ചുള്ള ശരിയായ അറിവിൽ നിന്ന് മാത്രമേ വർത്തമാനകാലത്തെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ചരിത്രത്തിൽ നിന്നും പാഠം പഠിക്കാത്ത രണ്ട് കൂട്ടർ മാത്രമേ ലോകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഒന്ന് ഭ്രാന്തന്മാരാണ്, 2 മണ്ടന്മാരാണ്. ഞങ്ങൾ ഈ 2 വിഭാഗത്തിലും ഉൾപ്പെടാത്ത ആളുകളായതുകൊണ്ടാണ് ഇതൊക്കെ പിന്നെയും തുറന്നു പറയുന്നത്. ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാനുള്ള വേറൊരു കാരണം കൂടിയുണ്ട്. ക്രിസ്ത്യൻ ചെറുപ്പക്കാർ തങ്ങളുടെ അജ്ഞത മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇവിടെ ഈ മുസ്ലിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വാദമുണ്ട്. ഇവിടെയുള്ള ക്രിസ്ത്യാനികളും ഇവിടെയുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ വളരെ സ്നേഹത്തിൽ വളരെ ഐക്യത്തോടുകൂടിയൊക്കെ കഴിഞ്ഞു പോന്നപ്പോൾ യൂറോപ്പിൽ നിന്ന് കുറേ ക്രിസ്ത്യാനികൾ വന്നു. അവർ വന്നിട്ട് ഇവിടെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു തന്ത്രം കൊണ്ടുവന്നു. ആ തന്ത്രത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദു മുസ്ലിം ഐക്യം നശിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെ ഇടയിൽ പരസ്പര സംശയം വന്നു, വിദ്വേഷം വന്നു, ഭിന്നത വന്നു, ശത്രുത വന്നു. അതുകൊണ്ട് പിന്നെ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഇവിടെ ഉണ്ടായി. ഇതിൻ്റെയൊക്കെ കാരണക്കാർ ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഇത് ബ്രിട്ടീഷുകാരാണെന്ന് മാത്രമല്ല അവർ പറയുന്നത്, ക്രിസ്ത്യാനികളായ ബ്രിട്ടീഷുകാരാണ്, നിങ്ങളുടെ മതക്കാരാണ് ഇത് ചെയ്തതെന്നും കൂടി പറയും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ചരിത്രബോധമില്ലാത്ത പല ക്രിസ്ത്യൻ ചെറുപ്പക്കാരും
തല കുനിച്ചാണ് നിൽക്കുന്നത് അവരുടെ മുമ്പിൽ. ഈ ഡയലോഗിൻ്റെ മുമ്പിൽ അവർക്കൊന്നും മിണ്ടാനില്ല. കാരണം ഇവർ സ്കൂളിൽ ഈ ഡിവൈഡ് ആൻഡ് റൂളിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇതൊക്കെ സത്യമാണെന്ന് എഴുതിയിട്ട് ആ പാവങ്ങൾ ഒന്നും മിണ്ടാണ്ട് നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്രൈസ്തവ ചെറുപ്പക്കാർ അവർ ഇനിയെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ ലജ്ജ കൊണ്ട് തല കുനിച്ച് നിൽക്കാൻ പാടില്ല. അങ്ങനെ നിൽക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, കൃത്യമായ ചരിത്രം വിവരിച്ചു കൊടുത്ത് ഇസ്ലാം എന്ന ഐഡിയോളജിയുടെ കുഴപ്പം കൊണ്ടാണ് ഈ നാട്ടിൽ ഹിന്ദു മുസ്ലിം വിദ്വേഷം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു വരുന്നവന്മാരെ ബോധ്യപ്പെടുത്തി കൊടുത്ത് തല ഉയർത്തി അവരവിടെ തന്നെ നിൽക്കണം. നാണക്കേട് കാരണം അവരവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോകരുത്. അവർ തല ഉയർത്തി അവിടെ തന്നെ നിൽക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കാമെന്ന് വെച്ചത്. ഇതൊരു പരമ്പരയായിട്ടാണ് പോകുന്നത്. ഇന്നൊരു ദിവസത്തെ ചർച്ച, ഇനി സമയം അനുവദിക്കുന്ന വർഷം പിന്നീട് ഈ വിഷയം തന്നെ ഞങ്ങൾ ചർച്ചയ്ക്ക് എടുക്കും. അങ്ങനെയായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ ചർച്ചാ പരമ്പരയ്ക്ക് ഞങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ 1940 എഴുതിയ പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം എന്ന പ്രബന്ധത്തിനെയാണ്. വാസ്തവത്തിൽ ഇസ്ലാമിക ചരിത്രകാരന്മാർ തന്നെ എഴുതിയ ചരിത്ര ഗ്രന്ഥങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ടായിട്ടും അതിൽ നിന്ന് ഉദ്ധരിക്കാതെ അംബേദ്കറെ ഉദ്ധരിക്കുന്നതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം, ഈ ചർച്ച കേൾക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന മുസ്ലിങ്ങളിൽ 98% ഞങ്ങൾ ഈ പറയുന്ന ഇസ്ലാമിക ചരിത്രകാരന്മാരെക്കുറിച്ച് ഒരറിവുണ്ടാവില്ല. ഇബ്ൻ ബലാദൂരി എന്ന പേരോ അൽ ബിറൂനി എന്ന പേരോ ഹസൻ നിസാമി എന്ന പേരോ ഇവർ കേട്ടിട്ടുണ്ടായിരിക്കാൻ ഒരു സാധ്യതയുമില്ല. സ്വാഭാവികമായും അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് ഞങ്ങൾ ഉദ്ധരിക്കുമ്പോൾ ഇവരുടെ പണ്ഡിതന്മാർക്ക് ഇവരെ എളുപ്പം വഴിതെറ്റിച്ച് കളയാൻ സാധിക്കും. ഇങ്ങനെ ആളുകളൊന്നുമില്ല, അതൊക്കെ ഓറിയൻ്റലിസ്റ്റുകളാണ്, അതൊക്കെ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്, ആ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എഴുതിയ പുസ്തകങ്ങളിൽ നിന്നാണ് ഇവരൊക്കെ ഉദ്ധരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുദ്ധിയും ബോധവും വിവരവും ഇല്ലാത്ത സാധാരണക്കാരായ മുസ്ലിങ്ങൾ അത് വിശ്വസിക്കും. അവർക്ക് പണ്ഡിതന്മാർ പറയുന്നതാണല്ലോ വേദവാക്യം. അല്ലാതെ സ്വന്തമായി തലച്ചോറ് ഉപയോഗിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന സംഗതി ഇവരുടെ രക്തത്തിലില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രധാനമായും അംബേദ്കറെ ഉദ്ധരിക്കാമെന്ന് വെച്ചത്. കാരണം അംബേദ്കറെ ഓറിയൻ്റലിസ്റ്റ് എന്ന് പറഞ്ഞോ ഇസ്ലാമിൻ്റെ ശത്രു എന്ന് പറഞ്ഞൊന്നും തള്ളാൻ പറ്റുകയില്ല. രണ്ടാമത്തെ കാരണം, ഞങ്ങളെ ഇവരിപ്പോൾ ക്രിസംഗി ചാപ്പി അടിച്ച് തള്ളുകയാണല്ലോ. ക്രിസംഗി എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അങ്ങ് തള്ളിക്കളയാൻ നോക്കുകയാണ്. അതുപോലെ അംബേദ്കറിനെ സംഗി ചാപ്പി അടിച്ച് തള്ളിക്കളയാൻ പറ്റില്ല. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റേത് കാലത്തേക്കാളും മുസ്ലിങ്ങൾക്ക് അംബേദ്കറെ ഏറെ ആവശ്യമായിരിക്കുന്ന സമയമാണ് ഇത്. ഇന്നുവരെ ഇല്ലാത്ത വിധത്തിലുള്ള ഭരണഘടനാ പ്രേമമാണ് ഇപ്പോൾ ദാവാക്കാരും മറ്റ് ജിഹാദികളും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വശത്ത് അംബേദ്കറെ വാരിപ്പുണരുകയും മറുവശത്ത് അതേ അംബേദ്കറെ സംഘി ചാപ്പിയടിച്ച് തള്ളിക്കളയുകയും ചെയ്താൽ ഇവരുടെ ചതിയിലും വഞ്ചനയിലും കുടുങ്ങിക്കിടക്കുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് ഇവരുടെ വഞ്ചനകൾ മനസ്സിലാകും. അവരതിനെ ചോദ്യം ചെയ്യും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം എന്ന ഈ പ്രബന്ധം അംബേദ്കർ വെറുതെ ഇരുന്നപ്പോൾ നേരം പോക്കിന് വേണ്ടി എഴുതിയതല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രബന്ധം തനിക്ക് എഴുതേണ്ടി വന്നതെന്ന് അംബേദ്കർ ആരംഭത്തിൽ തന്നെ പറയുന്നുണ്ട്. ആ പശ്ചാത്തലം ഞാനൊന്ന് വിശദീകരിക്കാം. 1940 മാർച്ച് 26 ലാഹോർ പ്രമേയം എന്ന പേരിൽ പ്രസിദ്ധമോ കുപ്രസിദ്ധമോ ആയിത്തീർന്ന പിൽക്കാലത്ത് പാകിസ്ഥാൻ രൂപം കൊള്ളുന്നതിന് കാരണമായ പ്രമേയം ലാഹോർ സമ്മേളനത്തിൽ വെച്ച് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ആദ്യമായി അംഗീകരിക്കുന്നത്. ഇന്ത്യയെ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ എന്നൊരു രാജ്യം വേണമെന്ന് അതിനു മുമ്പ് പല മുസ്ലിം സംഘടനകളും മുസ്ലിം നേതാക്കന്മാരും ഉന്നയിച്ചിരുന്നെങ്കിലും ആ പ്രമേയത്തിൽ പാകിസ്ഥാൻ എന്നൊരു രാജ്യം വേണമെന്ന ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പ്രമേയത്തിൻ്റെ 3ാമത്തെ ഖണ്ഡിക നാം പരിശോധിച്ചാൽ, ലാഹോർ പ്രമേയത്തിൻ്റെ 3ാമത്തെ ഖണ്ഡിക നാം പരിശോധിച്ചാൽ ജനസംഖ്യാപരമായി മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളെ സ്വതന്ത്ര സംസ്ഥാനങ്ങളായി രൂപവൽക്കരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ആ പ്രബന്ധത്തിനകത്ത് ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബലൂചിസ്ഥാൻ, സിന്ധ് എന്നിവയും കിഴക്കുള്ള ബംഗാളും ബ്രിട്ടീഷ് ഇന്ത്യയുടെ പ്രവിശ്യകളായി തുടരുന്നതിന് പകരം ബ്രിട്ടീഷ് ഇന്ത്യക്ക് വെളിയിലുള്ള സ്വതന്ത്ര സംസ്ഥാനങ്ങളായി രൂപീകരിക്കപ്പെടണമെന്നാണ് ആ പ്രമേയം ആവശ്യപ്പെട്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമല്ല ഇവർ തുടക്കത്തിൽ ആവശ്യപ്പെടുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള പഞ്ചാബ്, പിന്നെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യ, ബലൂചിസ്ഥാൻ, സിന്ധ്, അതായത് ഇന്നത്തെ പാകിസ്ഥാൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന മേഖലകളും, പിന്നെ കിഴക്കുള്ള ബംഗാൾ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശ് ഉണ്ടല്ലോ, ആ ബംഗാൾ, ഇത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ പ്രവിശ്യകളായി തുടരരുത്, പകരം സ്വതന്ത്ര സംസ്ഥാനങ്ങളായിട്ട് രൂപീകരിക്കണം, സ്വതന്ത്ര സംസ്ഥാനങ്ങളായിട്ട് അതിനെ മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മലയാളികളായ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ്
ആദ്യം തന്നെ ഒരു പ്രത്യേക രാജ്യം തങ്ങൾക്ക് വേണമെന്നല്ല ആവശ്യപ്പെട്ടത്, ചില സംസ്ഥാനങ്ങൾ മാത്രമാണ്. കാലം കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് ഈ സംസ്ഥാനങ്ങളെല്ലാം ചേർത്ത് ഒരു രാജ്യം വേണമെന്ന് അവരാവശ്യപ്പെടുന്നത്. അവരന്ന് ഉപയോഗിച്ച ആ തന്ത്രം ഉണ്ടല്ലോ, അത് ഇന്നും ഇതേ മുസ്ലിം ലീഗ് പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. കാരണം തിരൂരിനെ ഒരു ജില്ലയാക്കണമെന്നും മലബാറിനെ ഒരു സംസ്ഥാനമാക്കണമെന്നും പറഞ്ഞ് കുറച്ച് മുസ്ലിം സംഘടനകൾ കുറേ നാളായി നമ്മുടെ ഇടയിൽ ചുറ്റിത്തിരിയുന്നുണ്ട്. നാം ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ആവർത്തനം ഇവിടെ നടക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ളത് നാം മറക്കരുത്. മനസ്സിലായി? അന്ന് പാകിസ്ഥാൻ രൂപം കൊള്ളുന്നതിന് മുമ്പ് ഒരു കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രമാണ് ആവശ്യപ്പെട്ടത്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങൾ, അത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിൽക്കരുത്, ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്ത് സ്വതന്ത്ര സംസ്ഥാനങ്ങളായിട്ട് നിൽക്കണം എന്നാവശ്യപ്പെട്ടു. പിന്നീട് ആ പ്രദേശങ്ങളെ തന്നെ ഇവർ ഞങ്ങളുടെ മതരാജ്യമായിട്ട് വേണം, പാകിസ്ഥാനായിട്ട് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടു. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരൂരിനെ മലപ്പുറത്തെ വിഭജിച്ച് തിരൂരിനെ ഒരു പ്രത്യേക ജില്ലയാക്കി മാറ്റണം, മാത്രമല്ല മലബാറിനെ ഒരു സംസ്ഥാനമാക്കി മാറ്റണം. അങ്ങനെ വരുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സംസ്ഥാനമാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സംസ്ഥാനമായി കഴിയുമ്പോൾ പിന്നെ അവിടെയുള്ള ആ മുസ്ലിങ്ങളുടെ ഗതി നമുക്കറിയാം. കുറച്ച് വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ, ഒരു 30-40 വർഷം കഴിയുമ്പോഴേക്കും അവിടെ ആ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് പേരിന് പോലും ഇല്ലാത്ത സ്ഥിതി വരും. പൂർണ്ണമായിട്ട് അത് മുസ്ലിം സംസ്ഥാനമായിട്ട് മാറും. കാശ്മീരിലൊക്കെ നമ്മൾ കണ്ടതുപോലെ അവിടെയുള്ള മുസ്ലിങ്ങൾ ജീവനും കൊണ്ട് ഓടേണ്ടി വരും. അവർ ഇല്ലാതാകും, അവരുടെ വസ്തുവകളൊക്കെ ഫ്രീ ആയിട്ട് ഉമാർക്ക് കിട്ടും. അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്കാണ് അത് എത്തുക. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോഴും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഈ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ലാഹോർ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞപ്പോൾ അന്നത്തെ ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം സംജാതമാവുകയാണ്. ഇങ്ങനൊരു കാര്യം, ഇത് പ്രധാനപ്പെട്ടൊരു സംഭവമാണല്ലോ. അതുവരെ ഉണ്ടായിരുന്ന ഒരു രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നത് മൊത്തമായിട്ടൊരു ഏകീകൃതമായിട്ടൊരു രാജ്യമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ അതിനിടയിൽ കുറച്ച് നാട്ടുരാജ്യങ്ങളുണ്ടെന്നേ ഉള്ളൂ. ഹൈദരാബാദ് പോലെ അല്ലെങ്കിൽ തിരുവിതാംകൂറും കൊച്ചിയും പോലെയൊക്കെയുള്ള കുറച്ച് നാട്ടുരാജ്യങ്ങളുണ്ടെങ്കിലും പൊതുവെ അത് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഒറ്റ രാജ്യമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനിടയിലുള്ള കുറച്ച് സംസ്ഥാനങ്ങൾ മാറ്റി അത് ഇതിനകത്ത് ഉൾപ്പെടാതെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഈ സംസ്ഥാനങ്ങൾ അത് സ്വതന്ത്ര സംസ്ഥാനങ്ങളായിട്ട് നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ ഓരോരോ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തിൽ എന്ത് നിലപാട്, ഇതിനെ അനുകൂലിക്കുകയാണോ അതോ പ്രതികൂലിക്കുകയാണോ ചെയ്യേണ്ടതെന്നുള്ള ഒരു നിലപാട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും വ്യക്തമാക്കേണ്ടുന്ന സ്ഥിതി വന്നു. അന്നത്തെ ബോംബെ പ്രവിശ്യയിൽ ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി അഥവാ ILP എന്നൊരു രാഷ്ട്രീയ പാർട്ടി നിലവിലുണ്ടായിരുന്നു. അതൊരു പുതിയ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. 1936 ആഗസ്റ്റ് 15-നാണ് അംബേദ്കറുടെ നേതൃത്വത്തിൽ ഈ പാർട്ടി രൂപം കൊണ്ടത്. അതായത് ഈ ലാഹോർ പ്രമേയം പാസ്സാക്കപ്പെടുന്ന സമയത്ത് ലേബർ പാർട്ടിക്ക് 2-3 വർഷത്തെ പഴക്കമേ ഉള്ളൂ. മുസ്ലിം ലീഗ് പാകിസ്ഥാനെ സംബന്ധിച്ച ലാഹോർ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞ ഉടനെ ആ പ്രമേയത്തോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ആലോചിക്കാൻ ILPയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം ചേരുകയാണ്. ആ കൗൺസിലിലുള്ള ഒരാളും ഈ വിഷയത്തിൻ്റെ ചരിത്രപരമായ വശം ശരിയായി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ സമയത്ത് പാകിസ്ഥാൻ പ്രശ്നത്തെക്കുറിച്ച് സുചിന്തിതമായൊരു അഭിപ്രായം പറയാനുള്ള അർഹത തങ്ങൾക്കുണ്ടെന്ന് കൗൺസിൽ കരുതിയില്ല. അതുകൊണ്ട് പ്രശ്നത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഒരു കമ്മിറ്റിയെ നിയമിക്കാനായിരുന്നു കൗൺസിലിൻ്റെ തീരുമാനം. ആ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പാകിസ്ഥാനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ഡോക്ടർ BR അംബേദ്കർ തയ്യാറാക്കി ILP എക്സിക്യൂട്ടീവിന് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രസിദ്ധപ്പെടുത്താൻ കൗൺസിൽ തീരുമാനിച്ചു. ആ റിപ്പോർട്ടാണ് പിന്നീട് നമ്മളറിയാവുന്നതുപോലെ പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം എന്ന പേരിൽ പുറത്തു വന്നിരിക്കുന്ന ഈ പ്രബന്ധം. അത് കഴിഞ്ഞ് പിന്നെ 1945 അല്പം കൂടി വിപുലപ്പെടുത്തി ഒരു 2ാം പതിപ്പും അംബേദ്കർ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ 2ാം പതിപ്പിന് അംബേദ്കർ നൽകിയ മുഖവുരയിൽ നിന്ന് ഒരു ഖണ്ഡിക ഞാൻ വായിക്കാം. ഈ പുസ്തകത്തിൻ്റെ ആധികാരികത മനസ്സിലാക്കാൻ അത് നിങ്ങളെ സഹായിക്കും. അംബേദ്കർ എഴുതുകയാണ്: യഥാർത്ഥത്തിൽ ഈ പുസ്തകം ഒരാവശ്യം നിറവേറ്റുകയായിരുന്നെന്ന് തോന്നുന്നു. ഗ്രന്ഥകാരന്മാരും രാഷ്ട്രീയക്കാരും പത്രാധിപന്മാരുമൊക്കെ തങ്ങളുടെ ഭാഗം സമർപ്പിക്കാനായി ഇതിലടങ്ങിയിട്ടുള്ള ചിന്തകളെയും ആശയങ്ങളെയും വാദഗതികളെയും ആധാരമാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പുസ്തകത്തിലെ വാദഗതികളെ മാത്രമല്ല, ഭാഷ പോലും സ്വന്തമാക്കിയ അവർ അതിൻ്റെ സ്രോതസ്സേതെന്ന് വെളിപ്പെടുത്താനുള്ള മര്യാദ കാട്ടാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. എങ്കിലും ഞാനത് കാര്യമാക്കുന്നില്ല. പാകിസ്ഥാൻ എന്ന സങ്കീർണമായ പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഇന്ത്യക്കാർക്ക് ഈ പുസ്തകം പ്രയോജനകരമാണെന്ന് കാണുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. സമീപകാലത്ത് മിസ്റ്റർ ഗാന്ധിയും മിസ്റ്റർ ജിന്നയും തമ്മിൽ നടന്ന സംഭാഷണങ്ങളിൽ സംശയ നിവാരണത്തിനുള്ള ഒരു ആധികാരിക രേഖയായി ഈ പുസ്തകത്തെ ചൂണ്ടിക്കാണിച്ചത് ഇതിൻ്റെ മൂല്യത്തിന് തെളിവാണ്. ഇത്
അംബേദ്കർ പറയുന്നതാണ്. അതായത് ഈ പുസ്തകം ഇത് വളരെ റെഫറൻസ് ഗ്രന്ഥമാണ്. ധാരാളമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. പല ചരിത്രകാരന്മാരുടെ പുസ്തകങ്ങളൊക്കെ അംബേദ്കർ ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലൊരു സ്റ്റഡി മെറ്റീരിയലാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള പല ആളുകളും, ഗ്രന്ഥകാരന്മാർ, രാഷ്ട്രീയക്കാർ, പത്രാധിപന്മാരും ഒക്കെ അവരവരുടെ ഭാഗം സമർത്ഥിക്കാൻ വേണ്ടി ഈ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കും. പക്ഷെ ഒരിക്കലും റെഫറൻസ് കൊടുക്കുകയില്ല. അത് സ്വന്തം വർക്കാണെന്നുള്ള നിലയിൽ കോപ്പിയടി, അതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ അംബേദ്കർക്ക് അതിൽ വിഷമമുണ്ട്. അംബേദ്കർ അതാണ് പറയുന്നത്. ഈ വാദഗതികൾ മാത്രമല്ല, ഭാഷ പോലും സ്വന്തമാക്കി അവർ അതിൻ്റെ സ്രോതസ്സെന്ന് വെളിപ്പെടുത്താനുള്ള മര്യാദ കാട്ടാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. എങ്കിലും ഞാനത് കാര്യമാക്കുന്നില്ല. ഇത് പ്രയോജനമുള്ളതായിട്ട് മാറുന്നുണ്ടല്ലോ എന്നുള്ളതാണ് പറയുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും അംബേദ്കർ അതിൻ്റെ പിന്നെ എഴുതുന്നത് ഇങ്ങനെയാണ്: ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും അപ്രീതിക്ക് പാത്രമായതാണ് ഈ പുസ്തകം. ഹിന്ദുക്കളുടെ അപ്രീതിക്കുള്ള കാരണങ്ങൾ മുസ്ലിങ്ങളുടെ അപ്രീതിക്കുള്ള കാരണങ്ങളിൽ നിന്ന് വിഭിന്നമാണെന്ന് മാത്രം. എൻ്റെ പുസ്തകത്തിന് ഇങ്ങനെയൊരു സ്വീകരണം ലഭിച്ചതിൽ എനിക്ക് ദുഃഖമില്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ ഇതിനെ തള്ളിപ്പറയുന്നു എന്നത് രണ്ടു കൂട്ടരുടെയും ദോഷവശങ്ങൾ ഇതിനില്ലെന്നും ചിന്താസ്വാതന്ത്ര്യത്തോടെ പക്ഷപാതമില്ലാതെ നിർഭയമായാണ് വസ്തുതകൾ അവതരിപ്പിച്ചിട്ടുള്ളതെന്നും തെളിയുന്നു. അപ്പോൾ അംബേദ്കർ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും, അതായത് നിഷ്പക്ഷമായ വിധത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിനോട് ചായ്വ് കാണിക്കാതെ, മുഖപക്ഷമൊന്നും കൂടാതെ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടു കൂട്ടരും ഇതിനെ എതിർക്കുന്നത്. കാരണം മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പല വാദഗതികൾ അതുകൊണ്ട് ഹിന്ദുക്കൾ എതിർക്കുന്നു. ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ടുള്ള പല വാദഗതികളുണ്ട്, അതുകൊണ്ട് മുസ്ലിങ്ങൾ എതിർക്കുന്നു. അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് എതിരായിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്, അതുകൊണ്ട് മുസ്ലിങ്ങൾ ഇതിനെ എതിർക്കുന്നു. ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഹിന്ദുക്കളും ഇതിനെ എതിർക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുപഴകിയിട്ടുള്ള ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു ആരോപണം ഉണ്ടല്ലോ. ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ഈ രാജ്യത്തെ വിഭജിച്ച് ഭരിച്ചു എന്ന് പറയുന്നത്. ഇതിനെ നല്ല പച്ചയ്ക്ക് ഈ അംബേദ്കർ ഈ പ്രബന്ധത്തിനകത്ത് കളിയാക്കി വിടുന്നുണ്ട്, പരിഹസിച്ച് വിടുകയാണ്. ഈ ആരോപണം, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഇങ്ങനൊരു ആരോപണം അസംബന്ധമാണെന്നാണ് അംബേദ്കർ പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഈ ആരോപണം ആദ്യം ഉന്നയിക്കുന്നത് മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കളാണ്. അപ്പോൾ കാലാവസ്ഥാ മാറ്റം വന്നാൽ പോലും ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവക്കാരാണ് ഹിന്ദുക്കൾ എന്നതിനാൽ അവരുടെ ഈ ആരോപണത്തിൽ അത്ഭുതകരമായി യാതൊന്നുമില്ല എന്നാണ് അംബേദ്കർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നമുക്ക് നോക്കാം. ഹിന്ദു മുസ്ലിം ഐക്യം സൃഷ്ടിക്കാനുള്ള ഉദ്യമങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും മുസ്ലിങ്ങളുടെ ആശയ സംഹിതയ്ക്ക് പൂർണ്ണമായ മാറ്റം വന്നിരിക്കുന്നുവെന്നും സമ്മതിക്കേണ്ടതായി വന്നിരിക്കുന്നതോടൊപ്പം ഈ ഫലങ്ങൾ ഉളവാക്കിയ യഥാർത്ഥ ഹേതുക്കൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടതും അതുപോലെ ആവശ്യമാണ്. ഈ പരാജയത്തിൻ്റെയും ആശയ സംഹിതയിലുള്ള ഈ മാറ്റത്തിൻ്റെയും യഥാർത്ഥ ഹേതു വിഭജിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയമാണെന്ന് ഹിന്ദുക്കൾ പറയുന്നു. ഇതിൽ അത്ഭുതകരമായി യാതൊന്നുമില്ല. എല്ലായ്പ്പോഴും ഗവൺമെൻറ്റിനെതിരായി നിലകൊള്ളുക എന്നതൊഴികെ മറ്റൊരു തരം രാഷ്ട്രീയവും വെച്ചു പുലർത്താത്ത ഐറിഷ് മനോഭാവം ഹിന്ദുക്കളിൽ വളർന്നിട്ടുള്ളതിനാൽ മോശമായ കാലാവസ്ഥ ഉൾപ്പെടെ സകലത്തിനും ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ അവർ സന്നദ്ധരാണ്. എന്നാൽ ഹിന്ദുക്കൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ട ആ ലഘുവായ വിശദീകരണം ഉപേക്ഷിക്കേണ്ട കാലം വന്നെത്തിയിരിക്കുന്നു. എന്തെന്നാൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് സാഹചര്യങ്ങളെ അത് കണക്കിലെടുക്കുന്നില്ല. ഒന്നാമതായി, ബ്രിട്ടീഷുകാർ വിഭജിച്ച് ഭരിക്കുക എന്ന നയം അവലംബിക്കുന്നതായി സമ്മതിച്ചാലും വിഭജനം സാധ്യമാക്കുന്ന വസ്തുതകൾ ഉണ്ടായിരുന്നാലല്ലാതെ ആ നയം വിജയിക്കുകയില്ലെന്നും അതിനു പുറമെ ആ നയം ഇത്രത്തോളം ദീർഘകാലമായി വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വിഭജനത്തിന് കാരണമായ വസ്തുതകൾ ഏറെക്കുറെ സ്ഥിര സ്വഭാവമുള്ളവയും പൊരുത്തപ്പെടുത്താനാവാത്തവയും ആണെന്നും താൽക്കാലികങ്ങളോ ഉപരിപ്ലവങ്ങളോ അല്ലെന്നുമാണ്. രണ്ടാമതായി, ആശയ സംഹിതയിൽ വന്നിട്ടുള്ള ഈ മാറ്റത്തെ പ്രതിനിധാനം ചെയ്യുന്ന മിസ്റ്റർ ജിന്ന ബ്രിട്ടീഷുകാരുടെ കൈകളിലെ ഒരു ഉപകരണമാണെന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾക്ക് പോലും സംശയിക്കാനിടയില്ലെന്ന വസ്തുത ഇവിടെ വിസ്മരിക്കപ്പെടുന്നു. ഡോക്ടർ അംബേദ്കർ, സമ്പൂർണ്ണ കൃതികൾ, വാല്യം 15, പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം, പേജ് 348, 349. എന്നിട്ട് വീണ്ടും അദ്ദേഹം തുടരുകയാണ്: ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ നിലകൊള്ളുന്നത് കേവലം ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാര്യമല്ല. പരസ്പരമുള്ള ഈ എതിർപ്പ് ഭൗതിക കാരണങ്ങളിൽ ആരോപിക്കാവുന്നതുമല്ല. ചരിത്രപരവും മതപരവും സാമൂഹികവുമായ വൈരുദ്ധ്യത്തിൽ നിന്ന് ഉറവെടുത്ത കാരണങ്ങളാലാണ് അത് രൂപം കൊണ്ടത്. രാഷ്ട്രീയമായ വിരോധം അതിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. ഇവയെല്ലാം ചേർന്ന് ആഴമേറിയ അസംതൃപ്തിയുടെ പ്രവാഹമാകുകയും ഈ സ്രോതസ്സുകളാൽ അത് നിരന്തരം പോഷിപ്പിക്കപ്പെട്ട് ഒരു മൂർധന്യാവസ്ഥയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയും അതിൻ്റെ സാധാരണ മാർഗങ്ങളെ കവിഞ്ഞൊഴുകുകയും ചെയ്തു.
മറ്റൊരു സ്രോതസ്സിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഏതൊരു ജലപ്രവാഹവും ആ സ്രോതസ്സ് മുഖ്യപ്രവാഹത്തോട് ചേരുമ്പോൾ എത്രത്തോളം പരിശുദ്ധമായിരുന്നാലും മുഖ്യപ്രവാഹത്തിന് നിറം മാറ്റുകയോ അതിൻ്റെ സാന്ദ്രത കുറയ്ക്കുകയോ ചെയ്യുന്നതിന് പകരം അതിൽ വിലയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രവാഹത്തിൽ നിന്ന് അടിഞ്ഞുകൂടുന്ന വൈരുദ്ധ്യത്തിൻ്റെ ചെളി സുസ്ഥിരവും ആഴമേറിയതുമായി തീർന്നിരിക്കുന്നു. ഈ ചെളി കുന്നുകൂടിക്കൊണ്ടിരിക്കുകയും ഈ വൈരുദ്ധ്യം നിലനിൽക്കുകയും ചെയ്യുന്ന കാലത്തോളം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഈ വിരോധം ഐക്യത്തിനായി വഴിമാറിക്കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് അസ്വാഭാവികമാണ്. ഡോക്ടർ അംബേദ്കർ സമ്പൂർണ്ണ കൃതികൾ വാല്യം 15 പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം പേജ് 350. അത് കഴിഞ്ഞിട്ട് അംബേദ്കർ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഒരു ഹിന്ദുവിനെ ഏതെങ്കിലും തരത്തിലുള്ള ഒച്ചപ്പാടോ നടുക്കമോ ഉണ്ടാക്കാതെ ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് പോകാൻ കഴിയും. എന്നാൽ ഒരു സാമൂഹിക ലഹളയ്ക്ക് ഇടവരുത്താതെയും തീർച്ചയായും ആശങ്കകൾ ഉളവാക്കാതെയും ഹിന്ദു മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് മാറാൻ അയാൾക്ക് കഴിയുകയില്ല. പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം പേജ് 350-351. അപ്പോൾ ഇത് ഇന്നത്തെ കാലമല്ല, അന്നത്തെ കാലത്തിലാണ് അംബേദ്കർ അത് പറയുന്നത്. അന്ന് ഒരു ഹിന്ദു ക്രിസ്ത്യാനിയായി ചേർന്നാൽ ക്രിസ്തു മതത്തിലേക്ക് പോയാൽ ഹിന്ദുക്കൾക്കോ മറ്റാൾക്കോ വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷെ ഒരു മുസ്ലിം ആവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഹിന്ദു മുസ്ലിം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ പ്രശ്നം ഉണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെയുള്ള പ്രശ്നം, ആ ശത്രുത ഇവരുടെ ഉള്ളിൽ അന്നേ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് അംബേദ്കർ അത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അംബേദ്കർ പിന്നെ തുടരുന്നത് ഇങ്ങനെയാണ്: ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം നികത്തപ്പെടാതെ തുടർന്നു പോകുന്നതിന് കാരണഭൂതങ്ങളായ മറ്റു പല വൈകല്യങ്ങളും ഹിന്ദുമതത്തിൽ എന്ന പോലെ ഇസ്ലാമിലുമുണ്ട്. ഹിന്ദുമതം ജനങ്ങളെ വിഭജിച്ച് നിർത്തുന്നു എന്ന് പറയാറുണ്ട്. അതിന് വിരുദ്ധമായി ഇസ്ലാം ജനങ്ങളെ ബന്ധിച്ചു നിർത്തുന്നതായും പറയപ്പെടുന്നു. ഇത് ഒരു അർദ്ധസത്യം മാത്രമാണ്. എന്തെന്നാൽ ഇസ്ലാം ബന്ധിച്ചു നിർത്തുന്നത് പോലെ തന്നെ അപരിഹാര്യമായ വിധത്തിൽ വിഭജിക്കുകയും ചെയ്യുന്നു. ഇസ്ലാം അടഞ്ഞ അതിരുകളോടുകൂടിയ ഒരു സംഘടനയാണ്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ അത് നടത്തുന്ന വിവേചനം തികച്ചും വാസ്തവികവും അത്യന്തം ക്രിയാത്മകവും പൂർണ്ണമായി അന്യവൽക്കരിക്കുന്നതുമായ വിവേചനമത്രേ. ഇസ്ലാമിൻ്റെ സാഹോദര്യം മനുഷ്യൻ്റെ സാർവജനീന സാഹോദര്യമാണ്. അതിലൊരു തരം സൗഹാർദ്ദമുണ്ട്. എന്നാൽ അതിൻ്റെ പ്രയോജനം ആ സംഘടനയ്ക്കുള്ളിൽ ഉള്ളവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. സംഘടനയ്ക്ക് പുറത്തുള്ളവരുടെ കാര്യത്തിൽ പുച്ഛവും വിദ്വേഷവുമല്ലാതെ മറ്റൊന്നുമില്ല. മുസ്ലിമിൻ്റെ കൂറ് അയാൾ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിലുള്ള തൻ്റെ അധിവാസത്തിലല്ല അധിഷ്ഠിതമായിരിക്കുന്നത്, മറിച്ച് താൻ ഉൾപ്പെട്ട മതവിശ്വാസത്തിലാണ് എന്ന കാരണത്താൽ അതൊരു സാമൂഹിക സ്വയംഭരണ വ്യവസ്ഥയാണെന്നും പ്രാദേശിക സ്വയംഭരണത്തോട് പൊരുത്തപ്പെടാത്തതാണെന്നുമുള്ള വസ്തുതയാണ് ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ദോഷം. അംബേദ്കർ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായ? മുസ്ലിങ്ങൾക്ക് മാതൃരാജ്യത്തോട് സ്നേഹമില്ലാന്ന് ഇതാണ് ഈ പറഞ്ഞു വന്നത്. ഒരു അമുസ്ലിം രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമിന് അവൻ്റെ മാതൃരാജ്യത്തോട് ഒരു കൂറുമില്ല, സ്നേഹവും ഇല്ല. അവൻ്റെ സ്നേഹം എപ്പോഴും അവൻ്റെ മതത്തോട് മാത്രമായിരിക്കും. അവൻ വിശ്വസ്തത പുലർത്തുന്നത് മതത്തോട് മാത്രമാണെന്നാണ് അംബേദ്കർ ഈ പറഞ്ഞത്. അത് പച്ചയ്ക്ക് പറയാതെ ഒന്ന് വളച്ചുകെട്ടി പറഞ്ഞിരിക്കുകയാണെന്ന് മാത്രം. അത് കഴിഞ്ഞിട്ടില്ല, ഞാനത് ഇടയിൽ നിർത്തി പറഞ്ഞതേ ഉള്ളൂ. ആ പാരഗ്രാഫ് ഞാൻ വായിക്കുന്നത് തുടരാം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഇബീബന ഇബി പത്രിയ ചിന്തിക്കാനാവാത്ത കാര്യമാണ്. എവിടെയെല്ലാം ഇസ്ലാമിൻ്റെ ഭരണമുണ്ടോ അവിടമാണ് അയാളുടെ സ്വന്തം രാജ്യം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഇനി നോക്കിക്കോട്ടെ, അംബേദ്കർ അത് പച്ചയ്ക്ക് തന്നെ പറയുന്നതാണ്. ഇനി മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഒരു യഥാർത്ഥ മുസ്ലിമിന് തൻ്റെ മാതൃഭൂമിയായി ഇന്ത്യയെ അംഗീകരിക്കാനോ ഒരു ഹിന്ദുവിനെ തൻ്റെ ബന്ധുവായി കണക്കാക്കാനോ അനുവാദം നൽകാൻ ഇസ്ലാമിനൊരിക്കലും സാധ്യമല്ല. ഇസ്ലാം എന്ന് പറയുന്ന ഈ ആശയത്തിൻ്റെ കുഴപ്പമാണ് അംബേദ്കറോട് പറയുന്നത്. മഹാനായ ഒരു ഇന്ത്യക്കാരനാണെങ്കിലും ഒരു യഥാർത്ഥ മുസ്ലിമായ മൗലാന മുഹമ്മദ് അലി ഇന്ത്യയിൽ താൻ അടക്കം ചെയ്യപ്പെടുന്നതിനേക്കാൾ ജെറുസലേമിൽ അടക്കം ചെയ്യപ്പെടുന്നതിനെ ഇഷ്ടപ്പെട്ടതിനുള്ള കാരണവും ഒരുപക്ഷെ ഇതായിരിക്കണം. പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം പേജ് 351-352. അംബേദ്കർ വളരെ വ്യക്തമായിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, ഒരു യഥാർത്ഥ മുസ്ലിമിനെ തൻ്റെ മാതൃഭൂമിയായി ഇന്ത്യയെ അംഗീകരിക്കാനോ ഒരു ഹിന്ദുവിനെ തൻ്റെ ബന്ധുവായി കണക്കാക്കാനോ അനുവാദം നൽകാൻ ഇസ്ലാം സമ്മതിക്കുന്നില്ല. ഇസ്ലാമിന് ഒരിക്കലും അത് സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി അതൊരിക്കലും അങ്ങനെ ഒരു കാര്യം അനുവദിക്കുകയില്ല. കാരണം എന്താണ്? കാഫിറുകളോട് അല്ലെങ്കിൽ അമുസ്ലിങ്ങളോട് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ആ കാഫിറുകൾ എന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ പോലും അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഇസ്ലാം പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഖുർആൻ പറയുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രവാചകനായ മുഹമ്മദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് മാത്രമേ അവർക്ക് പെരുമാറാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു കാഫിറുകൾ ഭരിക്കുന്ന രാജ്യത്ത്
ജീവിക്കുന്ന ഒരു മുസ്ലിമിന് അവൻ്റെ ആ രാജ്യത്തോട് ഒരിക്കലും അവന് സ്നേഹബന്ധം പുലർത്താൻ സാധിക്കുകയില്ല. എന്താണ് രാജ്യസ്നേഹം എന്ന് പറയുന്ന സാധനം അതില്ല, ഇവർക്കില്ല എന്നാണ് അംബേദ്കർ പറയുന്നത്. ഞാൻ പറയുന്നതൊന്നുമല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായിരിക്കുന്ന ഡോക്ടർ അംബേദ്കർ എഴുതിയിരിക്കുന്നതാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ഒരു യഥാർത്ഥ മുസ്ലിമിന് തൻ്റെ മാതൃഭൂമിയായി ഇന്ത്യയെ അംഗീകരിക്കാനോ ഒരു ഹിന്ദുവിനെ തൻ്റെ ബന്ധുവായി കണക്കാക്കാനോ അനുവാദം നൽകാൻ ഇസ്ലാമിന് ഒരിക്കലും സാധ്യമല്ല എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഈ അംബേദ്കറെ പിടിച്ചിനി നിങ്ങൾ സംഖ്യയാക്കാൻ നോക്കണ്ട കേട്ടോ, കാര്യമൊന്നുമില്ല. അംബേദ്കർ സംഖ്യയാണെന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ മറ്റുള്ള മുസ്ലിങ്ങൾ തന്നെ നിങ്ങളുടെ തലക്കടിക്കും, അതുറപ്പാണ്. അപ്പോൾ വസ്തുത ഇങ്ങനെയായിരിക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ചെറുപ്പം മുതലേ വേറെ വിധത്തിൽ ചരിത്രം പഠിച്ചു വന്നത്? ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ ഭരണകൂടം അന്ധമായ വിധത്തിൽ മുസ്ലിം പ്രീണനം നടപ്പാക്കിയതുകൊണ്ടാണ് ഹിന്ദു മുസ്ലിം വിദ്വേഷത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ നാം സ്കൂളിൽ പഠിക്കാതെ പോയത്. മാത്രമല്ല, ബ്രിട്ടീഷുകാരാണ് ഹിന്ദു മുസ്ലിം വിദ്വേഷത്തിൻ്റെ കാരണക്കാരെന്ന ചരിത്രാഭാസം നാം പഠിക്കേണ്ടിയും വന്നത് ഇവരുടെ ഈ മുസ്ലിം പ്രീണനം കാരണമാണ്. ഇന്ത്യ ചരിത്രത്തെ വ്യഭിചരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നാം സ്കൂൾ തലം മുതൽ ഇങ്ങനെ പഠിച്ചു വരുന്നത്. എന്തുകൊണ്ടാണ് ഇന്ന് ഈ ജിഹാദികൾക്ക് ബ്രിട്ടീഷുകാരെ ചാരി ക്രിസ്ത്യാനികളെ കുറ്റപ്പെടുത്താൻ പറ്റുന്നത്? ക്രിസ്ത്യൻ ചെറുപ്പക്കാരെടുത്ത് വന്നിട്ടുണ്ട്, നിങ്ങളുടെ ആൾക്കാർ വന്നിട്ടാണ് ഈ നാട് നശിപ്പിച്ചതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പിള്ളേർ മിണ്ടാണ്ട് നിൽക്കേണ്ടി വരുന്നത് ഈ ചരിത്രാഭാസം സ്കൂളുകളിൽ പഠിച്ചതുകൊണ്ടാണ്. ഏതായാലും ഇനിയെങ്കിലും അതിനൊരു അറുതി വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ ഹിന്ദു മുസ്ലിം വിദ്വേഷം ഉണ്ടായതിന് ഉത്തരവാദി യൂറോപ്പിൽ നിന്ന് വന്നവരോ അല്ലെങ്കിൽ ഈ നാട്ടിലുള്ളവരോ ആയ ക്രിസ്ത്യാനികളല്ല എന്ന സത്യം പൊതുലോകത്തോട് ഉറക്കെ വിളിച്ചു പറയേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവർ ഇനിയും നമ്മുടെ തലയിൽ കയറി നിരങ്ങും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചത്. ഇങ്ങനെ ഒരു ചർച്ച ഇതൊരു പരമ്പരയായിട്ട് തന്നെ ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിച്ചത്. നമുക്ക് അംബേദ്കറുടെ പ്രബന്ധത്തിലേക്ക് മടങ്ങിപ്പോകാം. ഈ പ്രബന്ധത്തിന് 5 ഭാഗങ്ങളുണ്ട്. പാകിസ്ഥാനെതിരായ ഹിന്ദുക്കളുടെ വാദം എന്ന അതിൻ്റെ 2ാം ഭാഗത്തിൽ ഐക്യഭഞ്ജനം എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൻ്റെ തുടർച്ചയായ 13 പേജുകൾ, അതായത് 50ാമത്തെ പേജ് മുതൽ 63ാമത്തെ പേജ് വരെയുള്ള ഭാഗങ്ങളാണ് പ്രധാനമായും ഞാൻ ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ 13 പേജ് ഒറ്റയടിക്ക് വായിച്ചു പോകാൻ പറ്റുകയില്ല, കുറേ സമയം പിടിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് അംബേദ്കർ അതിൻ്റെ മെയിൻ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇടയിൽ പലതും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് വിശദീകരിച്ച് പറഞ്ഞു തരേണ്ടുന്ന ഒരു കാര്യം കൂടി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. അപ്പോൾ അതൊക്കെ പറഞ്ഞു വരുമ്പോൾ സമയം കുറേ പിടിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളിത് പല ഭാഗങ്ങളായിട്ട് ചർച്ചയ്ക്ക് വയ്ക്കാം എന്ന് വിചാരിച്ചത്. പിന്നെ അംബേദ്കർ പലപ്പോഴും ഇത് പറയുമ്പോൾ ഇതിനകത്ത് ഈ ഖുറാന് ഹദീസുകളൊന്നും അംബേദ്കർ തുറന്നില്ല, ചരിത്രം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് വെറുതെ അങ്ങനെ ചരിത്രം മാത്രം പറഞ്ഞാൽ പോരാ. എന്തുകൊണ്ട് ഇവന്മാരിങ്ങനെ ചെയ്തു, ഇവിടേക്ക് വന്ന മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ഭരണാധികാരികളൊക്കെ എന്തുകൊണ്ട് ഹിന്ദുക്കളോടും ഇവിടെ ഉണ്ടായിരുന്ന മറ്റു മതക്കാരോടുമൊക്കെ ഇത്ര ക്രൂരമായി പെരുമാറി എന്നുള്ളതിന് അവരുടെ പ്രമാണങ്ങളുടെ തെളിവുകളുണ്ട്. ചരിത്രത്തിൽ തെളിവുകളുടെ പുറത്ത് ഹദീസുകളും ഖുറാനുകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളുടെ മുമ്പാകെ എടുത്തു കാണിക്കണം. ഇന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിത് ചെയ്തത്, ഇന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിത് ചെയ്തതെന്നൊക്കെ ഉള്ളത് നിങ്ങളെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞു വരുമ്പോൾ സമയം കുറേ നീണ്ടുപോകും നമ്മുടെ. അതുപോലെ ഈ അംബേദ്കർ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്ത ധാരണയില്ലാത്ത സാധാരണക്കാരായ ആളുകൾക്ക്, ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ ആയ ആളുകൾക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന ഭാഗങ്ങളുണ്ട്. അവിടെ നിന്ന് വിശദീകരിച്ച് കാര്യങ്ങൾ എന്തുകൊണ്ട് അതങ്ങനെ വന്നിരിക്കുന്നുള്ളതെന്ന് വിശദീകരിച്ച് പറയാം. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, അതുകൊണ്ട് ചുമ്മാ ഈ 13 പേജ് അങ്ങ് കുത്തിയിരുന്ന് വായിക്കുകയല്ല ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. ഈ ക്രിസ്തുവിന് മുമ്പുള്ള ഇന്ത്യയുടെ ചരിത്രം വിവരിച്ചതിന് ശേഷം ഇസ്ലാം എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത് എന്നതിനെക്കുറിച്ച് അംബേദ്കർ വിവരിക്കുന്ന ഭാഗം മുതലാണ് വായിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ആ 50ാമത്തെ പേജ് എന്ന് പറയില്ല, അവിടെ മുതൽ ഇങ്ങനെയാണ് ഞാനത് വായിക്കാം. ഹുയാൻസാങ് വന്നപ്പോൾ പഞ്ചാബ് മാത്രമല്ല ഇന്നത്തെ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയുടെ ഭാഗമായിരുന്നുവെന്നത് സത്യം തന്നെ. അത്രമാത്രമല്ല, പഞ്ചാബിലെയും അഫ്ഗാനിസ്ഥാനിലെയും ജനങ്ങൾ വൈദിക മതത്തിലോ ബുദ്ധമതത്തിലോ പെട്ടവരുമായിരുന്നു. പക്ഷേ ഹുയാൻസാങ് ഇന്ത്യയിൽ നിന്നും പോയതിനു ശേഷം എന്ത് സംഭവിച്ചു? ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസം വടക്ക് പടിഞ്ഞാറ് നിന്ന് വന്ന അനേകം മുസ്ലിം സംഘങ്ങൾ ഇന്ത്യ ആക്രമിച്ചു എന്നതാണ്. മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ നേതൃത്വത്തിൽ വന്ന അറബികളാണ് ആദ്യം ഇന്ത്യ ആക്രമിച്ചത്. AD 711 നടന്ന ഈ ആക്രമണം സിന്ധിൻ്റെ പിടിച്ചടക്കലിൽ കലാശിച്ചു. ഇതാണ് അംബേദ്കർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ വിശദീകരണം ആവശ്യമുണ്ട്. അംബേദ്കർ ഈ പ്രബന്ധത്തിൽ പറയുന്നത് മുസ്ലിങ്ങൾ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണങ്ങളുടെ കാര്യമാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം.
ഇത് വായിക്കുമ്പോൾ, അംബേദ്കർ എഴുതിയത് വായിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം AD 711 മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ നേതൃത്വത്തിലാണ് മുസ്ലിങ്ങൾ ആദ്യമായി ഇന്ത്യ ആക്രമിച്ചതെന്ന്. അതല്ല അംബേദ്കർ പറയുന്നത്. ഒരു ഇന്ത്യൻ ഭൂപ്രദേശം അറബി മുസ്ലിങ്ങളുടെ കയ്യിലെത്തിയ ആദ്യത്തെ ആക്രമണത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അത് മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിലാണ് സംഭവിച്ചത്. എന്നാൽ അതിന് ദശകങ്ങൾക്ക് മുമ്പ് മുതലേ അറബി മുസ്ലിങ്ങൾ ഇന്ത്യ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം പരാജയപ്പെടുകയും ചെയ്തു. പ്രമുഖ ഇന്ത്യൻ ചരിത്രകാരനായ RC മജുംദാർ ദ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ വോളിയം 3 പേജ് 167 പറയുന്നത്, ഖലീഫ ഉമർ അധികാരത്തിലെത്തിയപ്പോൾ AD 637 ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി 3 നാവിക വ്യൂഹത്തെ അയച്ചിരുന്നെന്നും അതിലൊന്ന് മുംബൈക്കടുത്തുള്ള താനെ വരെ എത്തിയിരുന്നു എന്നുമാണ്. അതായത് അറബി മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഇന്ത്യൻ ആക്രമണം നടക്കുന്നത് AD 637 എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് മരിച്ചു കഴിഞ്ഞ് വെറും 5 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് മുസ്ലിം സൈന്യം ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. ഇത് പ്രതിരോധത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരുന്നു എന്നും പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് പതിവ് പോലെ തക്കിയിറക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ നിന്ന് ഒരാളും മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി മദീനയിലേക്ക് പോയിട്ടില്ല. മാത്രമല്ല, ഈ ആക്രമണം നടക്കുന്നത് മക്കയിലോ മദീനയിലോ, എന്തിന് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ പോലുമല്ല, ഇന്ത്യയുടെ മണ്ണിൽ വെച്ചാണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വെച്ചാണ്. അന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണെങ്കിൽ മരുന്നിന് പോലും ഒരു മുസ്ലിം വേണ്ടേ? ഇല്ല, അങ്ങനെയില്ല, ഒരൊറ്റ മുസ്ലിം പോലും ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഇവിടെയുള്ള മുസ്ലിങ്ങളെ ഉപദ്രവിച്ചത് കൊണ്ട് അവർ ഇസ്ലാമിക ബ്രദർഹുഡിൻ്റെ പേരിൽ ഇവരെ സംരക്ഷിക്കാമെന്നൊന്ന് പറയാം. അങ്ങനെയും ഇല്ല, അതൊന്നുമില്ല. അപ്പം പിന്നെ എന്തുകൊണ്ടാണ് മുഹമ്മദ് മരിച്ചു കഴിഞ്ഞ് 5 കൊല്ലം തികയുന്നതിന് മുമ്പേ ഖലീഫ ഉമർ മദീനയിൽ നിന്നും ഇന്ത്യയെ ആക്രമിക്കാൻ മുസ്ലിം സൈന്യത്തെ അയച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നാം അന്വേഷിക്കുമ്പോഴാണ് ഗസ്വേ ഇ ഹിന്ദ് കാറ്റഗറിയിൽ പെടുന്ന ഹദീസുകൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ മുസ്ലിങ്ങൾ ആക്രമിക്കുന്നതിനെക്കുറിച്ചുള്ള മുഹമ്മദിൻ്റെ പ്രവചനങ്ങളാണ് ഈ കാറ്റഗറിയിലുള്ള ഹദീസുകളിൽ കാണുന്നത്. ഇന്ത്യയെ ആക്രമിക്കുന്ന മുസ്ലിങ്ങൾക്ക് പാപമോചനം കിട്ടും, ആ മുസ്ലിങ്ങൾ സ്വർഗത്തിൽ പോകുമെന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചിരുന്നത്. ഹദീസ് ഞാൻ വായിക്കാം. അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, എൻ്റെ സമുദായത്തിൽപ്പെട്ട 2 വിഭാഗം ആളുകളെ അള്ളാഹു നരകത്തിൻ്റെ തീച്ചൂടിൽ നിന്ന് മോചിപ്പിക്കും. ഒന്ന് ഇന്ത്യയെ ആക്രമിക്കുന്ന ആളുകൾ, 2 മറിയമിൻ്റെ മകൻ ഈസയോടൊപ്പമുള്ള ആളുകൾ. അപ്പോൾ ഇതുപോലെയുള്ള ഹദീസുകൾ ഉള്ളത് കൊണ്ടാണ് നരകത്തിൻ്റെ തീച്ചൂടിൽ നിന്ന് രക്ഷപ്പെടാനും ഇന്ത്യയെ കൊള്ളയടിച്ച് സമ്പത്തുണ്ടാക്കാനും വേണ്ടി മദീന മരുഭൂമിയിൽ കിടന്ന മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് സൈന്യവുമായി വന്നത്. എന്നിട്ടും ആടിനെ പട്ടിയാക്കുന്ന വൈദഗ്ധ്യത്തോടെ ഈ ജിഹാദികൾ എന്താണ് പറയുന്നത്? അവരെന്താ പറയുന്നത്? ഇവിടെ ഞങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ നല്ല സൗഹാർദ്ദത്തിൽ കഴിയുകയായിരുന്നു, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഈ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ, അല്ലെങ്കിൽ യൂറോപ്യൻ ക്രിസ്ത്യാനികൾ വന്നതോടുകൂടിയാണ് ഇവിടെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയതെന്നാണ് ഇവർ പറയുന്നത്. അത് ചരിത്രബോധം, നമ്മുടെയൊക്കെ ചരിത്രബോധത്തിന് നേരെയുള്ള കൊഞ്ഞനം കുത്തലാണത്. മനസ്സിലായ? ഈ 1400 വർഷമായിട്ടല്ല, അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ, ക്രിസ്തുവിന് മുമ്പ് മുതലേയുള്ള കാര്യത്തിൽ BC കാലഘട്ടത്തിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ളവരുമായി അറബികൾ കച്ചവട ബന്ധത്തിലേർപ്പെട്ടിരുന്നു. അന്നൊക്കെ അറബികൾ കച്ചവടത്തിന് വേണ്ടി മാത്രമായിരുന്നു ഇന്ത്യയിലേക്ക് വന്നത്. അവർക്കാർക്ക് ഇന്ത്യയെ കൊള്ളയടിക്കണമെന്നോ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണമെന്നുള്ള ഒരു ചിന്തയുണ്ടായില്ല. പക്ഷെ മുഹമ്മദ് ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം അവർക്കുണ്ടായ ചിന്ത പഴയതുപോലെ ഇന്ത്യയുമായി കച്ചവടം ചെയ്യണം എന്നായിരുന്നില്ല. എങ്ങനെയെങ്കിലും ഇന്ത്യയെ കീഴടക്കണം, എന്നിട്ട് അത് ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം, അതൊരു മുസ്ലിം രാജ്യമാക്കി മാറ്റണം എന്നായിരുന്നു. അതാണ് പിന്നീട് വന്നത്. അതുവരേക്കുള്ള കാലഘട്ടത്തിൽ അറബികളും ഇവിടെയുള്ള നാട്ടുകാരും തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലുണ്ടായിരുന്നു. അവരിവിടെ കച്ചവടത്തിന് വരുന്നു, ഇവിടെ നിന്ന് ചരക്കുകൾ കൊണ്ടുപോകുന്നു, അവിടെ വിൽക്കുന്നു, അവിടെ നിന്ന് യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്നു, ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണത്. അവർക്ക് ഇന്ത്യയെ നശിപ്പിക്കണമെന്നോ ആക്രമിക്കണമെന്നോ കൊള്ളയടിക്കണമെന്നോ ഇവിടെയുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നില്ല. പക്ഷേ മുഹമ്മദ് ഇതുപോലെയുള്ള ഹദീസുകളങ്ങ് തട്ടിവിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ ചിന്ത മാറി. പിന്നെ ഇതിനെ നശിപ്പിക്കണം, ഈ രാജ്യം പിടിച്ചെടുക്കണം, ഇവിടെയുള്ള മുസ്ലിങ്ങളെ അല്ലെങ്കിൽ കാഫിറുകളെ കൊല്ലണം, എന്നിട്ട് ഇത് മുസ്ലിം രാജ്യമാക്കി തീർക്കണം, നീ കൊല്ലണം കാഫിറുകളെ, അല്ലെങ്കിൽ അവരെ മതം മാറ്റണം, മുസ്ലിങ്ങളാക്കണം. ഈ ഒരു ചിന്തയിലേക്ക് അവർ മാറി. ഈ വസ്തുത ഇതായിരിക്കെ ഇസ്ലാമിക് തിങ്ക് ടാങ്കുകൾ, ഇൻ്റലക്ച്വൽ ജിഹാദികൾ എന്ന് പറയുന്ന ആ ടീംസ് ഉണ്ട്, ടോപ്പിലിരിക്കുന്നവന്മാർ. അവർ നമ്മുടെയൊക്കെ ചരിത്രബോധമില്ലായ്മയെ അതിവിദഗ്ധമായി ചൂഷണം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇവിടെ മുസ്ലിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ നാടിന് ഒരു ദോഷവും ചെയ്തിട്ടില്ല, അറബികൾ ഇവിടെ വന്നിട്ട് ഒരു ദോഷവും ചെയ്തിട്ടില്ല, ദോഷം ചെയ്തത് മുഴുവനും യൂറോപ്പിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളാണ്. അതായത് നമുക്ക് അംബേദ്കറിലേക്ക് മടങ്ങി വരാം.
ബാഗ്ദാദിലെ കാലിഫ് ഭരണകൂടത്തിൻ്റെ ആജ്ഞാനുസരണമാണ് ഈ ആക്രമണം നടന്നത്. ഈ ആക്രമണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നിർത്തിയല്ലോ, മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ നേതൃത്വത്തിൽ AD 711 നടന്ന ആക്രമണം. ആ ആക്രമണത്തെക്കുറിച്ചാണ് അംബേദ്കർ പിന്നെ തുറന്നു പറഞ്ഞത്. ഞാൻ എവിടെയിൽ അതല്ല ആദ്യത്തെ ആക്രമണം എന്ന് പറയാൻ വേണ്ടി നിർത്തിയെന്നേ ഉള്ളൂ. തുടരാം. ബാഗ്ദാദിലെ കാലിഫ് ഭരണകൂടത്തിൻ്റെ ആജ്ഞാനുസരണമാണ് ഈ ആക്രമണം നടന്നത്. AD 9-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി ഈ വിദൂര പ്രവിശ്യയുടെ നേരിട്ടുള്ള നിയന്ത്രണം പിൻവലിക്കാൻ കാലിഫ് നിർബന്ധിതനായി. അതിനാൽ ഈ പ്രഥമ മുസ്ലിം ആക്രമണം സ്ഥിരമായ അധിനിവേശത്തിൽ കലാശിച്ചില്ല. അവരുടെ പിന്മാറ്റം കഴിഞ്ഞ് അധിക കാലമാകുന്നതിന് മുമ്പ് തന്നെ ഗസ്നിയിലെ മുഹമ്മദിൻ്റെ രൂക്ഷമായ ആക്രമണങ്ങളുടെ ഒരു പരമ്പര AD 1001 ആരംഭിച്ചു. മുഹമ്മദ് ഗസ്നി 1030 മരണമടഞ്ഞുവെങ്കിലും ആ ഹ്രസ്വമായ 30 വർഷക്കാലത്തിനുള്ളിൽ 17 തവണ ഗസ്നി ഇന്ത്യ ആക്രമിച്ചു. ഗസ്നിയെ തുടർന്ന് മുഹമ്മദ് ഘോറി 1173 ആക്രമണകാരി എന്ന നിലയിൽ രംഗപ്രവേശം ചെയ്തു. 1206 ഘോറി വധിക്കപ്പെട്ടു. 30 കൊല്ലം ഗസ്നിയിലെ മുഹമ്മദ് ഇന്ത്യയിൽ കൊള്ളയടി തുടർന്നു. 30 കൊല്ലം മുഹമ്മദ് ഘോറി അതേ രാജ്യത്തെ അതേ രീതിയിൽ കൊള്ളയടിച്ചു. അവരുടെ പിന്നാലെ ചെങ്കിസ് ഖാൻ്റെ മുഗൾ പടയാളി സംഘങ്ങളുടെ കടന്നാക്രമണങ്ങൾ ആരംഭിച്ചു. 1221 അവർ ആദ്യമായി വന്നെത്തിയത്. അപ്പോൾ അവർ ഇന്ത്യയുടെ അതിർത്തിയിൽ താവളമടിച്ചതല്ലാതെ ഈ നാട്ടിനുള്ളിൽ കടന്നില്ല. 20 വർഷം കഴിഞ്ഞ് അവർ ലാഹോർ ആക്രമിച്ച് നശിപ്പിച്ചു. മുഗളരുടെ കടന്നാക്രമണങ്ങളിൽ വെച്ച് ഏറ്റവും രൂക്ഷമായത് 1398 തൈമൂറിൻ്റെ നേതൃത്വത്തിൽ നടന്നതാണ്. അതിനുശേഷം ബാബർ എന്നൊരു പുതിയ ആക്രമണകാരി രംഗത്ത് വന്നു. അദ്ദേഹം 1526 ആക്രമണം ആരംഭിച്ചത്. 2 ആക്രമണങ്ങൾ കൂടി നടക്കുകയുണ്ടായി. 1738 നാദിർഷായുടെ നേതൃത്വത്തിലുള്ള ആക്രമണകാരികൾ വെള്ളപ്പൊക്കം ബാധിച്ച ഒരു നദി എന്നോണം സമുദ്രതുല്യം ആർത്തിരമ്പിക്കൊണ്ട് പഞ്ചാബിലൊട്ടാകെ ചെന്നെത്തി. നാദിർഷായ്ക്ക് പിന്നാലെ അഹമ്മദ് ഷാ അബ്ദല്ലി 1761 ഇന്ത്യയെ ആക്രമിക്കുകയും പാനിപ്പട്ടിൽ വെച്ച് മറാഠ സേനകളെ തകർക്കുകയും മുസ്ലിം ആക്രമണകാരികൾ കൈയടക്കി കഴിഞ്ഞിരുന്ന അടിത്തറ വീണ്ടെടുക്കാനുള്ള ഹിന്ദുക്കളുടെ ഉദ്യമത്തെ എന്നേക്കുമായി അടിച്ചമർത്തുകയും ചെയ്തു. മുസ്ലിം ആക്രമണകാരികൾ ഈ ആക്രമണങ്ങളെല്ലാം നടത്തിയത് കൊള്ളയടിക്കാനോ നാട് പിടിച്ചെടുക്കാനോ ഉള്ള അത്യാഗ്രഹം കൊണ്ടല്ല. മറ്റൊരു ലക്ഷ്യം അവയുടെ പിന്നിലുണ്ടായിരുന്നു. സിന്ധിനെതിരായുള്ള മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ ആക്രമണം ഒരു ശിക്ഷാ നടപടിയുടെ മട്ടിലുള്ളതായിരുന്നു. സിന്ധിലെ ദാഹിർ രാജാവ് അവിടുത്തെ തുറമുഖ നഗരങ്ങളിലൊന്നായ ദേബൂളിൽ വെച്ച് ഒരു അറബി കപ്പൽ പിടിച്ചെടുത്തതിന് നഷ്ടപരിഹാരം നൽകാൻ വിസമ്മതിച്ചതുകൊണ്ടാണ് ഈ ആക്രമണം നടന്നത്. എങ്കിലും ഹിന്ദുക്കളുടെ വിഗ്രഹാരാധനയ്ക്കും ബഹുദൈവ വിശ്വാസത്തിനും പ്രഹരമേൽപ്പിച്ച് ഇന്ത്യയിൽ ഇസ്ലാം മതത്തിന് പ്രതിഷ്ഠ നൽകുകയെന്ന ഉദ്ദേശ്യവും ഈ ആക്രമണത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, അംബേദ്കർ എഴുതുന്നതാണ്, ഹിന്ദുക്കളുടെ വിഗ്രഹാരാധനയ്ക്കും ബഹുദൈവ വിശ്വാസത്തിനും പ്രഹരമേൽപ്പിച്ച് ഇന്ത്യയിൽ ഇസ്ലാം മതത്തിന് പ്രതിഷ്ഠ നൽകുകയെന്ന ഉദ്ദേശ്യവും ഈ ആക്രമണത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഹജ്ജാജിന് അയച്ചൊരു സന്ദേശത്തിൽ മുഹമ്മദ് ബിൻ ഖാസിം ഇപ്രകാരം പറഞ്ഞിട്ടുള്ളതായി ഉദ്ധരണികളിൽ കാണുന്നു. രാജാ ദാഹിറിൻ്റെ അനന്തരവനെയും അദ്ദേഹത്തിൻ്റെ യോദ്ധാക്കളെയും മുഖ്യ ഉദ്യോഗസ്ഥന്മാരെയും പറഞ്ഞയച്ചു കഴിഞ്ഞു. അവിശ്വാസികളെ ഇസ്ലാമിലേക്ക് മതം മാറ്റുകയോ നശിപ്പിക്കുകയോ ചെയ്തു. വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾക്ക് പകരം പള്ളികളും മറ്റാരാധനാലയങ്ങളും നിർമ്മിച്ചു. ഖുത്ബ പാരായണം ചെയ്യപ്പെടുന്നു. പ്രാർത്ഥനകൾ യഥാസമയം നടത്തപ്പെടുന്നതിനു വേണ്ടി വാങ്കുവിളി ഉയർത്തി വരുന്നു. തക്ബീറും സർവശക്തനോടുള്ള പ്രാർത്ഥനയും ദിവസം തോറും രാവിലെയും വൈകുന്നേരവും നടക്കാറുണ്ട്. ഇത് അംബേദ്കർ എടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഇസ്ലാം എന്ന് പറയുന്ന ഡോക്ടർ ടൈറ്റസിൻ്റെ ഇന്ത്യൻ ഇസ്ലാം എന്ന് പറയുന്ന ചരിത്ര പുസ്തകത്തിൽ നിന്നാണ്, പേജ് 10. എന്നിട്ട് ഈ ദാഹിർ എന്ന് പറയുന്ന രാജാവിൻ്റെ ശിരസിനോടൊപ്പം അയക്കപ്പെട്ട ഈ സന്ദേശം കൈപ്പറ്റി കഴിഞ്ഞ് ഹജ്ജാജ് തൻ്റെ സേനാധിപന് ഇപ്രകാരം മറുപടി അയച്ചു. മുഹമ്മദ് ബിൻ ഖാസിമിന് മറുപടി അയക്കുന്നതാണ്: വലിയവരും ചെറിയവരും ഉൾപ്പെടെ എല്ലാവർക്കും സംരക്ഷണം നൽകുക എന്നതൊഴിച്ചാൽ ശത്രുക്കളും മിത്രങ്ങളും തമ്മിൽ വ്യത്യാസമൊന്നും കൽപ്പിക്കരുത്. അവിശ്വാസികൾക്ക് യാതൊരു അവസരവും നൽകരുത്. അവരുടെ കഴുത്തറക്കണം എന്ന് ദൈവം പറയുന്നു. മഹാനായ അള്ളാവിൻ്റെ കൽപ്പനയാണിതെന്ന് മനസ്സിലാക്കുക. സംരക്ഷണം നൽകാൻ അമിത താല്പര്യം കാണിക്കരുത്. എന്തെന്നാൽ അതുമൂലം നിങ്ങളുടെ പണി നീണ്ടുപോകും. ഇതിനുശേഷം ഉന്നത പദവിയുള്ളവരൊഴികെ മറ്റൊരു ശത്രുവിനും യാതൊരു പരിഗണനയും നൽകരുത്. ഇന്ത്യൻ ഇസ്ലാം, ഡോക്ടർ ടൈറ്റസിൻ്റെ ഉദ്ധരണി, പേജ് 10 എന്നുള്ളതാണ് അംബേദ്കറോട് ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങൾ, അതായത് സംരക്ഷണം നൽകാൻ അമിത താല്പര്യം കാണിക്കരുതെന്ന് പറയുന്നത് യുദ്ധത്തിൽ കീഴടങ്ങി കഴിഞ്ഞ ആളുകളുണ്ടല്ലോ, അവരെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ അധികം സമയം, കാരണം നിങ്ങളുടെ പണി നീണ്ടുപോകും പെട്ടെന്ന്. അല്ലാണ്ട് കഴുത്തറുത്തുകൊണ്ടേയിരിക്കുക. അത് അവിശ്വാസികൾക്ക് യാതൊരു അവസരവും നൽകരുത്, അവരുടെ കഴുത്തറക്കണമെന്ന് പറയുന്നത്. അത് കീഴടങ്ങിയവരൊക്കെ കൊന്നു കളയാനാണ് പറയുന്നത്. മുഹമ്മദ് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, ബനൂ ഖുറൈദയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആ മാതൃക. കീഴടങ്ങിയ ബനൂ ഖുറൈദയിലെ യഹൂദന്മാരായിരിക്കുന്ന ആണുങ്ങളെയൊക്കെ, അതായത് ഗുഹ്യഭാഗത്ത് രോമ വളർച്ച വന്ന ആ പ്രായം മുതൽ മുകളിലോട്ടുള്ള ആണുങ്ങളെയൊക്കെ കൊന്നുകളഞ്ഞ ഒരു
മാതൃക ഇവരുടെ മുമ്പാകെയുണ്ട്. മുഹമ്മദ് കാണിച്ചു കൊടുത്ത ഉന്നതമായ മാതൃക, ഉന്നതമായ ദൃഷ്ടാന്തം. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് ഈ പറയുന്നത്, അവിശ്വാസികൾക്ക് യാതൊരു അവസരവും നൽകരുത്, അവരുടെ കഴുത്തറക്കണം. അപ്പോൾ ഇത് അള്ളാഹിൻ്റെ കൽപ്പനയാണ് എന്ന് മനസ്സിലാക്കണം. ആരെയും നിങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കരുത് എല്ലാത്തിനും. പിന്നെ ഉന്നത പദവിയിലുള്ളവരെയൊക്കെ അവരൊഴികെ വേറെ ആൾക്കാർക്ക് ഒരു അവസരം കൊടുക്കരുത്. ടോപ്പ് ലെവലിലിരിക്കുന്ന ആളുകളെ അവരെ കൊല്ലാൻ നിൽക്കരുത്, അവരെ കൊണ്ട് പ്രയോജനം ഉണ്ടാവും, അവരെ കൊല്ലരുതെന്നാണ്. അപ്പോൾ ഇവിടെ അവിശ്വാസികൾക്ക് യാതൊരു അവസരവും നൽകരുത്, അവരുടെ കഴുത്തറക്കണം എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന് ഹജ്ജാജ് പറയുന്നത് ഖുർആനിലുള്ള വാളിൻ്റെ ആയത്ത് അത് മനസ്സിൽ വെച്ചിട്ടാണ്. സൂറ 8:12, 9:5 ഉണ്ട്, പക്ഷേ 8:12 ഈ പറയുന്ന ഈ കാര്യം വരുന്നത്. ഞാനത് വായിക്കാം. നിന്റെ രക്ഷിതാവ് മലക്കുകൾക്ക് ബോധനം നൽകിയിരുന്ന സന്ദർഭം ഓർക്കുക. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അതിനാൽ സത്യവിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക. സത്യനിഷേധികളുടെ മനസ്സിൽ ഞാൻ ഭയം ഇട്ടുകൊടുക്കുന്നതാണ്. അതിനാൽ കഴുത്തുകൾക്ക് മീതെ നിങ്ങൾ വെട്ടിക്കൊള്ളുക, അവരുടെ വിരലുകളെല്ലാം നിങ്ങൾ വെട്ടിക്കളയുകയും ചെയ്യുക. സൂറ 8:12. കഴുത്തുകൾക്ക് മീതെ വെട്ടണം എന്ന് വെച്ചാൽ കൊന്നുകളയണം. അത് കഴിഞ്ഞിട്ട് അവരുടെ വിരലുകളൊക്കെ വെട്ടിക്കളയണം, അതായത് മൃതദേഹം വികൃതമാക്കുകയും ചെയ്യണം. ഇതാണ് സൂറ 8:12 അള്ളാഹു മുസ്ലിങ്ങളോട് പറയുന്നത്. അപ്പോൾ അവിശ്വാസികളുടെ കഴുത്തറക്കണമെന്ന് ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്തുകൊണ്ടാണ് ഈ മുഹമ്മദ് ബിൻ കാസിമിനോട് പറഞ്ഞതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. മഹാനായ അള്ളാഹുവിൻ്റെ കൽപ്പനയാണിതെന്ന് മനസ്സിലാക്കുക എന്ന് ഹജ്ജാജ് വെറുതെ പറഞ്ഞതല്ല. ഇതുകൂടാതെ സൂറ 47:4 സത്യനിഷേധികളുമായി നിങ്ങൾ ഏറ്റുമുട്ടിയാൽ അവരുടെ കഴുത്തുകളിൽ വെട്ടുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഖുർആൻ ആയത്തുകളൊക്കെ അക്ഷരം പ്രതി അനുസരിക്കുന്നവരായിരുന്നു ഇന്ത്യയിലേക്ക് വന്ന മുസ്ലിം ആക്രമണകാരികൾ എന്നുള്ള സത്യം. ഇനി ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ വേറെയും കുറേ രേഖകളൊക്കെ, ചരിത്ര രേഖകളൊക്കെ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ മനസ്സിലാവും. അക്ഷരം പ്രതി അങ്ങനെ തന്നെ ഇത് പാലിച്ചു വന്നിരുന്നവരാണ് ഇവരൊക്കെ. അപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോഴാണ് ഇവന്മാർ നമ്മുടെ അടുക്കൽ തക്കിയ ഉപയോഗിക്കുന്നത്. നാളിതുവരെ യാതൊരു ആക്രമണത്തിനും ആഹ്വാനം ചെയ്യാത്ത, യാതൊരു ആക്രമണവും നടത്താത്ത ഞങ്ങൾ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്നവരാണെന്നും ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ആൾക്കാരെയൊക്കെ റിക്രൂട്ട് ചെയ്ത നിച്ച് ഓഫ് ട്രൂത്തുകാർ, പ്രത്യേകിച്ച് അതിൻ്റെ ഡയറക്ടർ MM അക്ബറിൻ്റെ കീഴിലുള്ള ഈ പീസ് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ചുമതല വഹിച്ചിരുന്ന ഈ ടീംസൊക്കെ, ഇവരൊക്കെ സമൂഹത്തിൽ സമാധാനം ഉണ്ടാക്കാൻ നടക്കുന്നവരാണ് എന്നൊക്കെ ഇവർ തക്കിയിറക്കുകയാണ്. ഞങ്ങളിവിടെ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ നടക്കുന്നവരാണ്, ക്രിമിനലുകളാണ്, സാമൂഹ്യ വിരുദ്ധരാണ്, ആൻറ്റി സോഷ്യലുകളാണെന്നൊക്കെ പറയുമ്പോൾ മറ്റവന്മാർ ഇവർ വലിയ കാര്യമായിട്ട് അവതരിപ്പിക്കുന്നു. അവിടെ ഇന്നലത്തെ ചർച്ചയിൽ കൊണ്ടുവന്നിരുന്ന MM അക്ബറിനെ വിളിച്ചുകൊണ്ട് വന്നു. ഏത് രാജ്യദ്രോഹ കുറ്റത്തിന് പോലീസ് കേസ് നേരിടുന്ന ആളാണ്. ഇവിടേക്ക് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ആൾക്കാരെ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്, റിക്രൂട്ട് ചെയ്ത് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നതൊക്കെ ഈ MM അക്ബറിൻ്റെ കീഴിലുള്ള ആൾക്കാരായിരുന്നു. ഇതിലൊരുത്തരാണ് അവിടെ പോയി പൊട്ടിത്തെറിച്ചാത്തതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ടീമുകളൊക്കെ വലിയ ആളുകൾ, സമാധാനത്തിൻ്റെ വളരിപ്രാവുകൾ. ഈ സത്യം പറയുന്ന ഞങ്ങൾ ഇങ്ങനെ ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ, ഞങ്ങളുടെ വാക്കുകളൊന്നുമല്ല, ഡോക്ടർ ഭീംറാവു അംബേദ്കറിനെ പോലെയുള്ള മഹാന്മാരായ ആളുകളൊക്കെ എഴുതി വച്ചിരിക്കുന്ന അവരുടെ ഗ്രന്ഥങ്ങൾ, അവർ അംബേദ്കർ ചുമ്മാ എടുത്തതൊന്നുമല്ല, കൃത്യമായിട്ട് ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്. ഈ പുസ്തകത്തിന് ജിന്നയും അതുപോലെ ഗാന്ധിയും തമ്മിൽ നടക്കുന്ന പല വാദപ്രതിവാദങ്ങളിൽ, ഇസ്ലാമിനെക്കുറിച്ച് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉണ്ടാകുന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഇവരുടെ വാദപ്രതിവാദത്തിൽ റെഫറൻസ് ഗ്രന്ഥമായി എടുത്തിരുന്നത് അംബേദ്കറുടെ ഈ പുസ്തകമാണ്. കാരണം പുള്ളി നിഷ്പക്ഷതയോടെ എഴുതിയിരിക്കുകയാണെന്ന് രണ്ടു കൂട്ടർക്ക് അറിയാം. അതുകൊണ്ട് ഇതിനെ ഒരു ആധികാരിക രേഖയായിട്ട് തന്നെ പരിഗണിച്ചിട്ട് അവർ ചർച്ചയാക്കി നടത്തിയിരുന്നു. അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ നിന്നൊക്കെ എടുത്ത് ഉദ്ധരിക്കുന്ന ഞങ്ങൾ ക്രിമിനലുകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തക്കിയ ഈ മുഹമ്മദ് ഹുസൈൻ ടീമും ഒക്കെ ഇതുപോലെയുള്ള തക്കിയ എത്രത്തോളം ഉപയോഗിക്കുന്നോ അത്രത്തോളം ഞങ്ങൾ തുറന്നു കാണിക്കും. അത് ചിന്തിക്കാനുള്ള ബോധം ഇവന്മാർക്കില്ല. അതിലെനിക്കൊരു അത്ഭുതവും ഇല്ല. ബുദ്ധിയും ബോധം ഉണ്ടെങ്കിൽ പിന്നെ മുസ്ലിമായി തുടരില്ലല്ലോ. കാരണം മനുഷ്യൻ്റെ സുബോധം കെടുത്തിക്കളയുന്ന ഒരു ഐഡിയോളജിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഐഡിയോളജിയെ പിൻപറ്റുന്ന ആൾക്കാർ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ബുദ്ധിയും ബോധത്തോടെ ചിന്തിക്കുമെന്ന് നമ്മൾ വിചാരിക്കാൻ വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇതിനേക്കാളും വലിയ മണ്ടത്തരങ്ങളാണ് നിങ്ങളിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഏതായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ മുഹമ്മദ് ഗസ്നിയുടെയും മുഹമ്മദ് ഘോറിയുടെയും ആക്രമണങ്ങളെക്കുറിച്ച് അംബേദ്കർ എഴുതിയിരിക്കുന്നത് നോക്കാം. അവരുടെ കൂട്ടക്കൊലകളുടെയും ക്ഷേത്രധ്വംസനങ്ങളുടെയും അമ്പലങ്ങൾ പണിത് പള്ളികൾ കെട്ടിപ്പൊക്കിയതിനെയും കുറിച്ച് വിശദമായി തന്നെ അംബേദ്കർ എഴുതിയിട്ടുണ്ട്. ഇവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചരിത്ര വസ്തുതകളാണ് ഇതൊക്കെ. നിങ്ങൾ മുറുകെ പിടിക്കുന്ന ഈ മതവിശ്വാസം ഉണ്ടല്ലോ, ഞങ്ങളുടെ കരളിൻ്റെ കഷ്ണമാണ് മുത്തുനബി എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ വിശ്വാസം, ആ മതവിശ്വാസം, ആ ഐഡിയോളജി, ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുണ്ടല്ലോ, ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയൊക്കെ പൂർവികരായിരിക്കുന്ന ആളുകൾ, നമ്മുടെയൊക്കെ മുതുമുത്തച്ഛന്മാരായിരുന്ന ആളുകൾ, അവരോട് എന്താണ് ചെയ്തതെന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും.
അവരുടെയൊക്കെ കഴുത്ത്, നിങ്ങളുടെയൊക്കെ പൂർവികരുടെയൊക്കെ കഴുത്തിൽ വാള് വെച്ചിട്ട് മതം മാറ്റി ഇന്ന് നിങ്ങൾ മുസ്ലിം അതിൽ അഭിമാനിച്ച് നടക്കുകയാണ്. ഞങ്ങളുടെ പൂർവികർ അങ്ങനെ മാറാൻ തയ്യാറായില്ല. അവർ കഷ്ടപ്പെട്ട് ജിസിയ കൊടുത്തൊക്കെ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ, ആത്മാഭിമാനത്തിൻ്റെ കണികയെങ്കിലും നിങ്ങളിലുണ്ടെങ്കിൽ, ഇത്തിരി ഹൃദയപരമാർത്ഥതയുണ്ടെങ്കിൽ, സ്വന്തം മനസാക്ഷിയോട് സത്യസന്ധത പുലർത്തുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, ഈ ചരിത്ര വസ്തുതകളൊക്കെ അറിയുന്ന നിമിഷം നിങ്ങൾ ഇസ്ലാം ഉപേക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അല്പമെങ്കിലും ആത്മാഭിമാനമുള്ള ആളാണ്, ഹൃദയപരമാർത്ഥതയുള്ള ആളാണ്, സ്വന്തം മനസാക്ഷിയോട് സത്യസന്ധത പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇതുവരേക്കും നിങ്ങൾ ഇതൊന്നും അറിയാതെയാണല്ലോ ജീവിച്ചത്. പക്ഷേ ഈ ചരിത്ര വസ്തുതകളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ആ നിമിഷം നിങ്ങൾ ഇസ്ലാം ഉപേക്ഷിക്കും. പറ്റില്ല. മനസാക്ഷിയുള്ള മനുഷ്യന്, ആത്മാഭിമാനത്തിൻ്റെ കണികയെങ്കിലും അവശേഷിച്ചിരിക്കുന്ന മനുഷ്യന് ആ അടിമത്തിൽ തുടരാൻ പറ്റുകയില്ല. വാളിൻ്റെ വായ്ത്തലയുടെ ബലത്തിലാണ് ഇന്ത്യയിൽ ഇസ്ലാം മതം വ്യാപിച്ചതെന്ന കാര്യം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെയൊക്കെ പൂർവികർ ഭീരുക്കളായിരുന്നു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി, കഴുത്ത് കണ്ടിക്കപ്പെടുന്ന ഒഴിവാക്കാൻ വേണ്ടി മറ്റൊരു അവയവത്തിൻ്റെ തുമ്പ് കണ്ടിച്ചവരാണ് നിങ്ങളുടെ പൂർവികരെന്നുള്ള കാര്യം നിങ്ങൾ ഇനിയെങ്കിലൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആ സത്യമൊക്കെ മനസ്സിലാക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എന്നിട്ട് അതിൽ നിന്ന് പുറത്തു വരാൻ നോക്ക്. ആ കെണിയിൽ ഇനിയും നിങ്ങൾ കുടുങ്ങിക്കിടക്കരുത്. ഇത്രയും തലമുറ നിങ്ങൾ കുടുങ്ങിക്കിടന്നു. ഇനിയെങ്കിലും ഇത്രയും തലമുറ കിടന്നത് പോട്ടെ, പക്ഷെ നിങ്ങളെങ്കിലും സത്യം മനസ്സിലാക്കിയിട്ട് ഇനിയും ഈ അടിമത്തത്തിൽ തുടരാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് സത്യസന്ധതയോടെ, സ്വന്തം മനസാക്ഷിയോട് സത്യസന്ധത പുലർത്തിക്കൊണ്ട് അതിനൊക്കെ വിട്ട് പുറത്ത് വരാനുള്ള ധൈര്യം കാണിക്കും. ഇസ്ലാം ഉപേക്ഷിച്ച് പുറത്ത് വരാനുള്ള ധൈര്യം കാണിക്കും. എന്നിട്ട് നിങ്ങൾ സത്യദൈവമായ യേശു ക്രിസ്തുവിലേക്ക് വാ. നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങളെ കൊല്ലാമെന്നതല്ല, നിങ്ങൾക്ക് വേണ്ടി കൊല്ലപ്പെടാമെന്നവൻ, നിങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ തരാൻ തയ്യാറായവൻ, അങ്ങനെയുള്ള ആ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ വാ. കർത്താവ് നിങ്ങളെ മക്കളായി സ്വീകരിക്കും. അടിമകളായിട്ടല്ല, മക്കളായി സ്വീകരിക്കും. ഞങ്ങളിന്ന് അങ്ങനെ മക്കളായിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അതിധൈര്യത്തോടുകൂടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്, ഭയപ്പെടാതെ സംസാരിക്കുന്നത്. ജിഹാദികളുടെ ഭീഷണി ഉണ്ടായിട്ടും ഞങ്ങൾ നിന്ന് സംസാരിക്കുന്നത്. ഞങ്ങൾ അടിമകളല്ല, ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ഉറച്ച ബോധ്യം കൊണ്ടാണ്. അല്ലേ? അപ്പോൾ ആ ഒരു മഹനീയമായ അവസ്ഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് തൽക്കാലം ഞാനിവിടെ വിഷയാവതരണം അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിനായി പ്രവർത്തിച്ചാൽ, ക്രിസ്തുവിനായി മരിച്ചാൽ, ക്രിസ്തുവിനായി